ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ആ, കോട്ടയം PCTയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഉണർവിൻ്റെ 18ാമത്തെ പ്രോഗ്രാമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷാകാലമാണ്. പരീക്ഷാകാലത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ ടെൻഷനുണ്ട്. അപ്പം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നമ്മൾ പരീക്ഷയുടെ എങ്ങനെ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഈസി ആക്കാം എന്നുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം ഇന്നും കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ബോബൻ സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. കോട്ടയം ജില്ലയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോട്ടയത്തെ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രെയിനർ ബോബൻ സാറാണ്. ബോബൻ സാറ് ഒരു അധ്യാപകനായിരുന്നു. 20 വർഷക്കാലം കോളേജ് ജീവിതം, പ്രത്യേകിച്ച് കുട്ടികളെ, സീനിയർ ആയിട്ടുള്ള കുട്ടികളെ ഒക്കെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തീർച്ചയായും പല സ്കൂളുകളിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ട്രെയിനർ കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള വിഷയത്തിൽ സാറിന് വളരെ കൃത്യമായ ഒരു പരിജ്ഞാനമുണ്ട്. അതെങ്ങനെ പകർന്നു കൊടുക്കണമെന്നുള്ള ഒരു അറിവുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി PCTയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബോബൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബോബൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട മനോഹർലാൽ സാറേ, സാബു സാറേ, ഞാൻ കൂൾ ഓഫ് ടൈം എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. വർഷങ്ങളായിട്ട് സ്കൂളുകളിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ് കൂൾ ഓഫ് ടൈം. നമുക്കറിയാം, കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമയമാണ് കൂൾ ഓഫ് ടൈം. അതുകൊണ്ട് ഇതൊരു കൂൾ ഓഫ് ടൈം ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട, ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ സാധാരണ സ്കൂളുകളിലൊക്കെ പോകാറുണ്ട്. ഒരു വർഷം എനിക്ക് 2-3 സ്കൂളൊക്കെ കിട്ടും. ഈ വർഷം ഒരു സ്കൂൾ കഴിഞ്ഞു. ഈ വർഷം എനിക്ക് ഒരു സ്കൂളേ കിട്ടിയുള്ളൂ. ചിലപ്പോൾ 4 സ്കൂളും 5 സ്കൂളിലൊക്കെ പോകാറുണ്ട്. ഡിസംബർ മുതൽ ഇതിൻ്റെ സമയമാണ്. ജനുവരിയോടുകൂടി തുടങ്ങും പല സ്കൂളുകളിൽ. വർഷങ്ങളായിട്ട് ഞങ്ങളെ YMCA യൂണിറ്റ് 2 സ്കൂളുകളിൽ ഈ പ്രോഗ്രാം ചെയ്തിരുന്നത്. അത് ഞാനാണ് ചെയ്തിരുന്നത്. സ്ഥിരമായി മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന, 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഒരു സ്കൂളിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂടുതലൊന്നും പറയുന്നില്ല. സാധാരണ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പറയും. അതെല്ലാം ഞാൻ ബോർഡിൽ എഴുതും. ഓരോന്നിനും ഉത്തരം കൊടുക്കും. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാൻ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്ത്, അത് കഴിഞ്ഞ് അവർ ഏകദേശം 2 മണിക്കൂറൊക്കെ, ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയമെടുക്കും. നമുക്കറിയാം കുട്ടികളുടെ പ്രശ്നം, കുട്ടികൾ എന്തായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്, അല്ലേ? വളരെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സാധാരണ പിള്ളേർ അവർ പരീക്ഷയ്ക്ക് മുമ്പുണ്ടാവുന്ന അവരുടെ സ്ട്രെസ്സ്, അല്ല അവരുടെ സംശയങ്ങൾ, ഇതൊക്കെയാണ് അവർ നമ്മളോട് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി അവരുടെ പ്രശ്നങ്ങൾ തീരും. അപ്പം ഞാൻ ആ ചോദ്യങ്ങൾ, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെ അവർ പറയുന്ന പ്രശ്നങ്ങൾ, ഇതിനുള്ള ഉത്തരമാണ് ഇവിടെ ഞാൻ ഈ സമയത്ത് ചെയ്യുന്നത്. ഒന്ന്, കുട്ടികൾ എപ്പോഴും എന്നോട് പറയുന്നത് വേണ്ടത്ര ഓർമ്മശക്തി കിട്ടുന്നില്ല, അല്ലെ പരീക്ഷ എഴുതാൻ ഞങ്ങൾ നന്നായിട്ട് പഠിക്കും, പക്ഷെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നുപോകും, പല കാര്യങ്ങളും മറന്നു പോകുന്നു, കൃത്യമായി ഓർമ്മിക്കാൻ കഴിയില്ല. ഇതാണ് കുട്ടികൾ പലരും നമ്മളോട് പറയാറുള്ള, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പരാതി. അപ്പം ഞാൻ അവരോട് പറയുന്ന, ഓർമ്മയില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ഓർമ്മയുടെ തോത് കുറയും. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കുട്ടി പറയാണ് എനിക്ക് ഓർമ്മശക്തി ഇല്ല, ആ ഒരു ആള് അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയും എപ്പോഴും എനിക്ക് ഓർമ്മശക്തി ഇല്ല, എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓർമ്മയുടെ ശക്തി കുറയും. അപ്പം ഞാൻ കുട്ടികളോട്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. എനിക്ക് ഓർമ്മശക്തി ഉണ്ട്, ഞാൻ പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി ഓർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുക. അത് ചെയ്യാൻ പറയും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ പറയിക്കും, എനിക്ക് ഓർമ്മശക്തി ഉണ്ട്, എനിക്ക് ഓർമ്മശക്തി ഉണ്ട്, എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഐ ക്യാൻ, എനിക്ക് കഴിയും, എനിക്ക് ഓർമ്മിക്കാൻ കഴിയും എന്ന് അവരെ കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയിപ്പിക്കും. ഏത് പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴും അതെനിക്ക് ഓർമ്മിക്കാൻ കഴിയും, അത് ഞാൻ കൃത്യമായി ഓർമ്മിക്കും, അതിനുള്ള ഓർമ്മശക്തി എനിക്കുണ്ട് എന്ന് അവരെ കൊണ്ട് പറയിക്കുക. ഓർമ്മശക്തി ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കാതിരിക്കുക. കാരണം അതൊരു ആശങ്കയായി വളരും.
പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ആശങ്ക അവിടെ നിലനിൽക്കും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? ഓർമ്മശക്തി ഉണ്ട് എന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്നും ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക. ഉദാഹരണങ്ങൾ പലതും പറഞ്ഞു കൊടുക്കും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും പഠിച്ച പല കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മിക്കുന്നില്ലേ? 2ാം ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ബാലഗോപാലൻ സാറ് മാത്സ് പഠിപ്പിച്ചത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ എന്തുകൊണ്ടത് മറന്നില്ല? അത് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു. അതുപോലെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഓർമ്മശക്തിയുണ്ട് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഓർമ്മശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്ന് ഇതാണ്: മനസ്സ് ഒന്നും മറക്കുന്നില്ല, മനസ്സ് എല്ലാം മറയ്ക്കുന്നു. മനസ്സൊന്നും മറക്കുന്നില്ല, മനസ്സെല്ലാം മറയ്ക്കുന്നു. മനസ്സൊന്നും മറക്കുന്നില്ല, മനസ്സെല്ലാം മറയ്ക്കുന്നു. അപ്പോൾ എന്താണ് മറയ്ക്കുന്നത്? അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും ഇടപെടാതിരിക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് സിനിമകൾ, സീരിയലുകൾ, മറ്റു കാര്യങ്ങളൊന്നും വലിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണാതിരിക്കുക. ദൃശ്യമാധ്യമങ്ങൾ കാണാതിരിക്കുക. കഥകൾ, ഒരു പ്രത്യേക തരമുള്ള കഥകളൊന്നും വായിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വീട്ടിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഈ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉത്സവങ്ങളുടെ സീസണാണ്. ഉത്സവങ്ങളൊന്നും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതെന്ന് കുട്ടികളോട് ഞാൻ പറയും. കാരണം ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചതിനെ മറച്ചു പിടിക്കുന്നത്. ഇതെല്ലാമാണ് പഠിച്ചതിനെ മറച്ചു പിടിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ എപ്പോഴും പാരൻസിനോടും പറയാനുള്ളതാണ്, കുട്ടികളെ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക, അവരെ മാറ്റി നിർത്തണം. കാരണം എന്താണെന്ന് അവർ പഠിച്ചതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. ഇത് അവർ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇതിലൊന്നും ഇടപെടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതാണ് മറച്ചു പിടിക്കുന്നത്. പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, പല വീടുകളിലും വൈകുന്നേരം 7 മണിയായ സീരിയലാണ്. ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു ദൃശ്യമാധ്യമമാണ്. മനസ്സിലായില്ല? അത് ചെറിയ സ്ക്രീനിലാണ് ഇതെല്ലാം കൂടി കൊണ്ടുവരുന്നത്. വലിയ സ്ക്രീനിനേക്കാളും ഭയങ്കരമാണത്. ഇതെല്ലാം ഈ കുട്ടി കാണുകയാണെങ്കിൽ അവളെ അത് അല്ലെ അവനെ പഠിച്ചത് അത് മറച്ചു പിടിപ്പിക്കും. വേറെ ഒന്ന് ഞാൻ കുട്ടികളോട്, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്, വഴക്കുണ്ടാക്കരുത്, നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടരുത്, മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടരുത്. അതെന്ത് ചെയ്യും? അത് നിങ്ങൾ പഠിച്ചതിനെ മറച്ചു പിടിക്കും. മനസ്സൊന്നും മറക്കുന്നില്ല, മനസ്സെല്ലാം മറയ്ക്കുന്നു. 2, സാധാരണ ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കുക അവർക്ക്. കഥ ഇതാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട് എൻ്റെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, എൻ്റെ തറവാട് 3 സ്റ്റെപ്പുകളായിട്ടാണ്. മുകളിലൊരു സ്റ്റെപ്പിലൊരു വീട്, നടുക്ക് ഞങ്ങളുടെ വീട്, താഴെ ഒരു വീട്. അപ്പോൾ ഞങ്ങൾ 3 ആൺകുട്ടികളും എനിക്കൊരു സിസ്റ്ററുണ്ട്, എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും, ഞങ്ങളെല്ലാം ഒരു വീട്ടിലാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു കൊച്ചു വീടുണ്ട്, ഒരു ഓടിട്ട കൊച്ചു വീട്. അവിടെ എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച, 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും പഠിച്ച ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവുമാണ് താമസിക്കുന്നത്. ഇപ്പം രാവിലെ ഞങ്ങൾ ഇന്നും കാണും. ഒരു ദിവസം അവൾ രാവിലെ വെള്ളം കോരിക്കൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ് ചെയ്യുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോൾ ഉറക്ക കരഞ്ഞു ഓടിവാ എന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും ഓടിച്ചെന്നപ്പോൾ കിണറിൻ്റെ വക്കിന്, നമുക്കറിയാം കിണർ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൊത്തി വെക്കുകയാണല്ലോ, കിണറിൻ്റെ വക്കിന് ഒരു വലിയ പാമ്പ് കിടക്കുന്നു. അപ്പോൾ നമുക്കറിയാം നാട്ടുകാർ പാമ്പിനെ കണ്ടാൽ സ്നേഹിക്കുമല്ലോ. വന്നവർ അതിനെ എറിയാൻ തുടങ്ങി. ഞങ്ങളെങ്ങനെ പാമ്പിനെ പുറത്തെടുക്കാൻ, മൂർഖനാണ്, എറിഞ്ഞപ്പോൾ ഇത് പത്തി ഉടർത്തുകയും ചീറ്റുകയൊക്കെ ചെയ്തു. ഇതിനെങ്ങനെ എടുക്കാൻ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷം കൊണ്ട് പാമ്പിനെ കാണാതായിപ്പോയി. പാമ്പിനെ കണ്ടില്ല. പിന്നെ ഈ പാമ്പിനെ കാണാനില്ല, കുറേ സമയത്തേക്ക് കാണാനില്ല. അപ്പം ഞാൻ അവളുടെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റാണ്, അയാൾ ചെന്നൈയിലാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ വീട്ടിൽ പോയിക്കോ, കാരണം പാമ്പ് എവിടെയെന്ന് അറിയില്ല. അവളുടെ വീട് അപ്പുറത്താണ്, അവളുടെ വീട്ടിലേക്ക് അവളെ ഞങ്ങൾ പറഞ്ഞയച്ചു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ ആ കിണറ്റിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരാൻ തുടങ്ങി. കിണറ്റിൽ നിന്ന് വെള്ളത്തിന് വരെ നല്ല ദുർഗന്ധം വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവളുടെ ആർട്ടിസ്റ്റ് വന്നു, ഞാനും അവനും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചെയ്ത് വലിയൊരു മോട്ടോർ കൊണ്ടുവന്ന് വെള്ളം മുഴുവൻ വറ്റിച്ച് കഴിഞ്ഞപ്പോൾ പാമ്പിൻ്റെ അസ്ഥി കൂടെ ഉണ്ട് കിണറിൻ്റെ അടിയിൽ കിടക്കുന്നു. ഞാൻ കുട്ടികളോട് പറയും, ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിൽ കൊണ്ട് നടന്ന് അത് അവിടുന്ന് ചീഞ്ഞു മണക്കും. അതിലൊന്നാണ് നിങ്ങളുടെ ബന്ധങ്ങൾ. അതാണ്. ഒരുപാട് കുട്ടികൾ എന്നോട് പറയുന്ന ഇതാണ്, എനിക്ക് സാറേ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളും അവർ പഠിച്ച ആ നല്ല കാര്യങ്ങൾക്ക് പകരം ദുർഗന്ധം അപ്പുറത്തേക്ക് വരുത്തുക. അതുകൊണ്ട് കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ബന്ധങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ പഠിച്ചതിനെ മറച്ചു പിടിക്കും.
നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അല്ലാത്ത ബന്ധങ്ങൾ പലപ്പോഴും അവരെ തകർച്ചയിലേക്ക് ആണ് നയിക്കുക. അവരെ പഠിച്ചതിനെ മറച്ചു പിടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാം, മനസ്സൊന്നും മറക്കുന്നില്ല, മനസ്സ് പലതും മറയ്ക്കുന്നു. രണ്ടാമതാണ് കുട്ടികൾ എന്നോട് പറഞ്ഞ ഏകാഗ്രത. ഏകാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്നെ ശ്രമിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഏകാഗ്രത കുട്ടി തന്നെ ഉണ്ടാക്കേണ്ട ഒന്നാണ്, വിദ്യാർത്ഥി തന്നെ ഉണ്ടാക്കേണ്ട ഒന്നാണ് ഏകാഗ്രത. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, എൻ്റെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന ഒരാളുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ അവന് വേണ്ട അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളാ ചെയ്തു കൊടുക്കേണ്ടത്. നമ്മളെ വീട്ടിലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ, ആവശ്യമില്ലാത്ത ഫുൾ വോള്യത്തിൽ മ്യൂസിക് സിസ്റ്റം വെക്കാതിരിക്കുക, ടി വി വെക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ന്യൂസുകൾ വളരെ ചെറിയ സ്വരത്തിൽ, നമുക്കിപ്പോൾ ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതിലൂടെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുക. അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നത് നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പലപ്പോഴും കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഏകാഗ്രത കിട്ടുന്നില്ല. ഏകാഗ്രത അവനവൻ തന്നെ ഉണ്ടാക്കേണ്ട ഒന്നാണ്, മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒന്ന് ഇതാണ്, നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലക്ഷ്യബോധമുള്ള ഒരാൾ ഏകാഗ്രമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. എത്ര സമയം പഠിച്ചു എന്നുള്ളതിലല്ല പ്രാധാന്യം, എത്ര ഏകാഗ്രതയോടുകൂടി പഠിച്ചു എന്നുള്ളതിലാണ് പ്രാധാന്യം. ഏകാഗ്രതയോടെ എത്ര സമയം ആ കുട്ടി പഠനത്തിൽ മുഴുകി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പം അത് ഈ അബാക്കസുകാരുടെ ഒരു ഒരു വാർഷിക പ്രോഗ്രാമാണ്. ഈ വാർഷിക പ്രോഗ്രാമിന് എനിക്കൊരു ക്ലാസ് പാരൻസിന് കൊടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിച്ചു ലക്ഷ്യബോധം. അപ്പോൾ കുട്ടികളെല്ലാവരും പറയും പട്ടാളത്തിൽ ചേരണം. അത് അവരുടെ ചെറിയ പ്രായത്തിൽ ലക്ഷ്യബോധമാണ്. പക്ഷേ ഒരു ലക്ഷ്യമില്ലാതെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കരുത്. വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി കുട്ടികളെ പഠിക്കാൻ അനുവദിക്കണം. വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരാൾ ഒരിക്കലും അയാൾ ഏകാഗ്രതയോടുകൂടി പഠിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു പട്ടാളക്കാരൻ, അവൻ എന്തുകൊണ്ടാണ് അത്രയും ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത്? കാരണം രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം. ഇതേ ജാഗ്രത ആ ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒന്നാണ്, മനസ്സിനെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക, മനസ്സ് പല വഴിക്ക് പോകാതിരിക്കുക. നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഏകാഗ്രതയോടുകൂടി ക്ലാസ് ശ്രദ്ധിക്കുക അല്ല പഠിക്കുക എന്ന് പറയുമ്പോൾ. ഒരിക്കലും ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ്, പലപ്പോഴും ഞാൻ പഠിക്കാനിരിക്കും, പക്ഷെ എൻ്റെ മേശപ്പുറത്ത് എന്തെങ്കിലും കണ്ടാൽ ഞാൻ അതിലേക്ക് നോക്കി അങ്ങനെ സ്വപ്നം കണ്ടുപോകും. അപ്പം ആദ്യം പറയേണ്ടത്, പഠിക്കുന്ന ആ ഒരു പുസ്തകവും ആ ഒരു നോട്ട് ബുക്കും അല്ലാതെ മറ്റൊന്നും അവരുടെ മേശപ്പുറത്തിരിക്കാൻ അനുവദിക്കരുത്. മേശപ്പുറത്തുള്ളത് അവരുടെ ടേബിളിലുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ചുറ്റുപാടുള്ള പിക്ചേഴ്സ്, എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പറയണം. പിന്നെ അതുപോലെ പുറത്തേക്കുള്ള ആക്സസ്, അതായത് ജനലുകൾ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ ജനൽ ഒന്ന് തുറന്നിട്ട് അയൽപ്പക്കത്തേക്ക് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലേക്ക്, സീനറി, ഇതൊന്നും അവരുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, വീട്ടിലെ പ്രശ്നങ്ങൾ അവരെ ഇടപെടാതെ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെ മാറ്റി നിർത്തുക. അത് ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. 2, അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എനിക്കിപ്പോൾ ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതൊരു പരിശീലനമാണ്. അത് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. രാവിലെ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാനും കുറച്ച് സമയം മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാനും പഠിക്കുന്ന ഒരു കുട്ടി അതിനവനെ പരിശീലിപ്പിക്കണം. 2, മനസ്സിനെ പല വഴിക്ക് പറഞ്ഞു വിടാൻ അനുവദിക്കരുത്. ചിന്തകൾ, പലരും പറയുന്ന പല ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ ചിന്തകൾ കടന്നു വരുമ്പോഴേക്കും പറയണം, എൻ്റെ ലക്ഷ്യം, എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന ചിന്തയോടുകൂടി പഠിക്കാൻ പറയണം. അതൊരു വലിയ പ്രശ്നമാണ്. ലക്ഷ്യബോധമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഏകാഗ്രതയ്ക്ക് അത്യാവശ്യം. ഇപ്പോൾ എനിക്ക് പരീക്ഷ പാസ്സാവണം, അടുത്തത് എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പഠിക്കണം. ഇതായിരിക്കണം അവൻ്റെ മനസ്സിൽ. എനിക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഈ വലിയ പരീക്ഷ എനിക്ക് പാസ്സാവണം, ഇതെൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പരീക്ഷയാണ്, അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരു ഭാവിയുണ്ട്, അതിനുവേണ്ടിയുള്ള എൻ്റെ പരിശ്രമം, ആ പരിശ്രമം എന്ന് പറയണം, അവരെ കൊണ്ട് പറയിക്കണം.
അത് അവരെ കൊണ്ട് പറയിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവരുടെ ഏകാഗ്രതയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ല, പഠനം എന്ന് പറയുന്നത് വലിയ ഭാരമുള്ളൊരു ജോലിയാണ്. തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഭാരമുള്ളൊരു ജോലിയാണ്. പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, കുട്ടികൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവരുടെ സഹതാപം തോന്നും. ഉറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ടാവും. രാത്രിയിൽ പലരും ഉറങ്ങാറുണ്ട്, അതായിരിക്കാം. അല്ല പക്ഷേ ചിലർ അങ്ങനെയല്ല. അവർ വളരെ ഏകാഗ്രതയോടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവരെ തലച്ചോറിന് ഭാരം ഉണ്ടാവും. നമ്മുടെ മനസ്സ് ഒരു വലിയൊരു ഉദാഹരണം, ആ കുട്ടി ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? മനസ്സ് അവനോട് പറയും, ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് മാറിക്കോ, കഴിഞ്ഞ വർഷം നീ ഊട്ടി ടൂർ പോയില്ലേ, അങ്ങോട്ടൊന്ന് പോയിക്കോ എന്ന് പറയും. അവൻ അവിടെ പോയി ഒക്കെ തിരിച്ചു വരുമ്പോഴേക്കും അവൻ ഉറങ്ങിക്കാണും. അവൻ ഡെസ്കിൽ തല വെച്ചുറങ്ങും, പല വഴിക്ക് പോകും. കാര്യം ഇത് വലിയൊരു സ്ട്രെയിൻ അല്ല, വലിയ അധ്വാനമുള്ളൊരു ജോലി ഏകാഗ്രത എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, മനസ്സിനെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് കുട്ടികൾക്ക് ചെറിയ ചെറിയ എക്സർസൈസുകൾ നമുക്ക് കൊടുക്കാം. മനസ്സിനെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ശ്വാസം അകത്തേക്ക് എടുത്ത് ഒന്ന് പുറത്തേക്ക് വിടാം, അല്ല ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, വീണ്ടും ഇരുന്ന് പഠിക്കാം. ഏകാഗ്രത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകാഗ്രത നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. അത് അയാളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ലക്ഷ്യബോധം ഉണ്ടാക്കുക. ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തി ഒരിക്കലും ഏകാഗ്രത നഷ്ടപ്പെടുത്തില്ല. മറ്റൊരു പ്രധാന ചോദ്യമാണ് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എപ്പോഴാണ് പഠിക്കാൻ പറ്റിയ സമയം എന്നുള്ളത്. എപ്പോഴാണ് പഠിക്കാൻ പറ്റിയ സമയം? പഠിക്കാൻ പറ്റിയത് ആ വ്യക്തിക്ക് അനുയോജ്യമായി എപ്പോൾ തോന്നുന്നത് അപ്പം പഠിക്കാമെന്നാണ് അതിനുള്ള ഉത്തരം. ആ വ്യക്തിക്ക് എപ്പോഴാണ് പഠിക്കാൻ അനുയോജ്യമായ സമയം, അപ്പോൾ പഠിക്കാം. ആ വ്യക്തിക്ക് എപ്പോഴാണ് അനുയോജ്യമായ സമയം അനുഭവപ്പെടുന്നത്, അപ്പോൾ പഠിക്കാം എന്നാണ് ഞാൻ കൊടുക്കുന്ന അപ്പോഴത്തെ ഉത്തരം. പക്ഷെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നമുക്കറിയാം, അതിരാവിലെ ഉണർന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ് അതിരാവിലെ 3 മണിക്കും അല്ലെങ്കിൽ 6 മണിക്കും ഇടയിലൊക്കെ പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ. പക്ഷേ കുട്ടികളോട് എപ്പോഴും പറയേണ്ട ഒരു പ്രധാന കാര്യം, ഒരിക്കലും വിശ്രമമില്ലാതെ പഠിക്കാൻ അവരെ അനുവദിക്കരുത്. വിശ്രമമില്ലാതെ പഠിക്കരുത്. ഒരിക്കലും ഒരമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഏറ്റവും വലിയ സങ്കടത്തോടെ ഓർക്കാറുണ്ട്. എൻ്റെ മകൻ പഠിച്ച് അവനെ പാസ്സായത്, രാത്രി മുഴുവൻ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്ത് അവനെ ഉറക്കമിളച്ച് പഠിച്ചതിൻ്റെ ഫലമായിരുന്നു ഇത്. ആ അമ്മ ആ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഞാൻ പറയുന്നു. എത്രയോ ഉറക്കം അവന് നഷ്ടപ്പെട്ടു. ആ അമ്മ ആ കുഞ്ഞിനോട് ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹമാണ്. കാരണം രാത്രിയിൽ ഉറക്കമിളച്ച് പഠിക്കാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കരുത്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ തോത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. ഉറക്കത്തിൻ്റെ തോത് കുറയുക, അത് വലിയൊരു അപകടത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ തലമുറയെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നു ഉറക്കത്തിൻ്റെ തോത് കുറയുമ്പോൾ. രാത്രി നിങ്ങൾ നോക്കുക, നമ്മുടെ മെട്രോ നഗരങ്ങളിലൂടെയൊക്കെ നമ്മുടെ കുട്ടികൾ അലഞ്ഞു തിരിയുക. ഉറക്കമില്ലാതായ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പലരും ഗൗരവമോടെ എടുക്കുന്നില്ല. മുതിർന്നവർ പോലും, അവർ പോലും കൃത്യമായ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴെങ്കിലും കിടക്കുന്നു, എപ്പോഴെങ്കിലും ഉണരുന്നു. പക്ഷെ നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കരുത്. കാര്യം ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ്റെ ഓർമ്മകൾ, അവൻ്റെ മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഉറക്കത്തിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ആ ഘട്ടങ്ങളുണ്ട്, 4 ഘട്ടമോ 5 ഘട്ടമാണ് ഒരു ഉറക്കത്തിനുള്ളതെന്നാണ് പറയുന്നത്. N1, N2, N3 ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട N1 ലൈറ്റ് സ്ലീപ്പ്, N2 നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയും, പിന്നെ N3 ഡീപ്പ് സ്ലീപ്പ്, REM സ്ലീപ്പ്. ഇങ്ങനെ ഈ 4 ഘട്ടങ്ങളും കടന്ന് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ആ മെമ്മറി കൺസോളിഡേറ്റഡ് ആവുന്നത്. അതായത് ഓർമ്മശക്തി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഓർമ്മശക്തി, അവൻ്റെ ഉള്ളിലെ ഓർമ്മ, നമ്മുടെ ഉള്ളിലൊക്കെ ഓർമ്മശക്തി രജിസ്റ്റേർഡ് ആയി മാറുന്നത് ആ ഉറക്കത്തിലാണ്. അതൊരു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കൃത്യമായി ശാന്തമായി ഉറങ്ങാനുള്ള ഒരു സൗകര്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോഴത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഭാവിയിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരു ഫേസ്ബുക്കിലോ മറ്റൊരു പരസ്യം കണ്ടു. മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഒരു ഹോർമോൺ, അത് ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ
വാട്ട് ഈസ് ഹോർമോൺ ഓഫ് നൈറ്റ് അല്ലെങ്കിൽ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ്, കൃത്യമായ ഉറക്കത്തിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. പലർക്കും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടല്ലേ ഇത് പരസ്യമായി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ അത് അവർക്ക് അപകടകരമായി തീർന്നേക്കാം. അതുകൊണ്ട് കുട്ടികളെ കൃത്യമായി ഉറങ്ങാൻ അനുവദിക്കുക. ഉറക്കം ആവശ്യമാണ്. അത് 7 മണിക്കൂർ കൃത്യമായി, ഈ 7 മണിക്കൂർ 2-3 ഞാൻ പറഞ്ഞല്ലോ 4 സ്റ്റെപ്പുകൾ, 4 സ്റ്റേജുകളുണ്ട്. ഈ 4 സ്റ്റേജിൽ 2-3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മളെ തലച്ചോറിലെ എന്താണ് ഓർമ്മ കൺസോളിഡേറ്റ് ആയി മാറുകയുള്ളൂ എന്ന്. മറ്റൊരു പ്രത്യേക കാര്യം, ഈ പരീക്ഷാക്കാലത്ത് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. പാരൻസോ നാട്ടുകാരോ ഒന്നും. ഞാൻ കുട്ടികളോട്, എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികളുണ്ട്, എടാ ഇക്കൊല്ലം പാസ്സാവൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് ഒരിക്കലും കുട്ടികളോട് കൊടുക്കാതിരിക്കുക. അവരോട് പോസിറ്റീവ് ആവുക. നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ മതി. എന്തിനാ നമ്മുടെ സംസ്ഥാനം? നമുക്ക് പലപ്പോഴും പലർക്കുള്ള ഒരു പ്രത്യേകത, പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം. അതിന് ചോദിക്കുന്ന ചോദ്യം വരെ, നീ ഇക്കൊല്ലം പാസ്സാവൂ, അല്ലെ ഫുൾ പ്ലസ് കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഒരു ചോദ്യം ഒരിക്കലും കുട്ടികളോട് ചോദിക്കാതിരിക്കുക. ഒരിക്കലും ആ സമയത്ത് നമ്മൾ കമൻസ് ഒന്നും പറയാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഞാനൊരിക്കൽ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു 9ാം ക്ലാസ്സുകാരനുണ്ട്. എനിക്ക് അവനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചു പരീക്ഷ എന്നാന്ന്. ഉടനെ അവൻ എൻ്റെ അടുത്തു നിന്ന് എണീറ്റ് പോയി. അവന് ഞാനുള്ള കംപ്ലീറ്റ് റിലേഷൻ അതോടെ അവസാനിച്ചു. കുട്ടികളോട് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് പരീക്ഷ എന്നാണെന്നോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ചോദിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കഴിയുന്നിടത്തോളം നമ്മുടെ അയൽപക്കത്തുള്ള കുട്ടികളോടൊക്കെ ചോദിക്കാതിരിക്കുക. അവർ പോയി ശാന്തമായി പരീക്ഷ എഴുതട്ടെ. ഒരു കമൻസും കൊടുക്കാതിരിക്കുക. വീട്ടുകാർ ഇക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല പാരൻസും പല രക്ഷിതാക്കളും കുട്ടികൾ എന്നോട് എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ വരാറുണ്ട് കേട്ടോ. ഈ പരീക്ഷാക്കാലത്ത് പാരൻസ് കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ എല്ലാം കാരണം അവരുടെ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് കമൻസാണ് അവർ പലരും പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവൾ പറഞ്ഞ് എല്ലാവരും എന്നോട് പറയണേ ഫുൾ A+ വേണം, ഫുൾ A+ വേണം, ഫുൾ A+ വേണം. ഞാൻ എന്താ ഫുൾ A+ ഉണ്ടാകാൻ വേണ്ടി ജനിച്ച ആളാണോ എന്നാണ് അവൾ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഫുൾ A+ വേണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, അവൾ ഫുൾ A+ ഉണ്ടാക്കുന്ന ഉറപ്പുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ എല്ലാവരും കൂടി ഫുൾ A+ പറഞ്ഞ് കഷ്ടപ്പെടുത്തരുത്. അപ്പോൾ കഴിയുന്നിടത്തോളം ഈ കാലഘട്ടങ്ങളിൽ കുട്ടികളോട് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ അല്ലെ ഒന്നും ചോദിക്കാതിരിക്കുക. അവർക്ക് കൂടുതൽ സ്ട്രെസ്, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു കൗൺസിലിംഗ് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ്. അവൾ എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ഒരു ടീച്ചറായിരുന്നു. അവൾ എന്നോട് പറഞ്ഞത് 10ാം ക്ലാസ് മുതലേ അവൾ IAS വേണ്ടി, അയലോക്കംകാരെല്ലാം അവളോട് IAS എഴുതണം. ജീവിതത്തിൽ ഒരിക്കലും അവർ ഇഷ്ടമുണ്ടായിരുന്ന സംഗതി ആയിരുന്നില്ല അത്. അവളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൾക്ക് ഒരിക്കലും താല്പര്യമുള്ള ഒന്നല്ലായിരുന്നു. പക്ഷേ അവളെ എല്ലാവരും കൂടി എന്താക്കി മാറ്റി, IAS-കാരിയാക്കി. ഇന്ന് അവളൊരു ടീച്ചർ, അധ്യാപികയാണ്. അപ്പോൾ അവൾ പറയണേ, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒന്ന് ഇതാണ്. എല്ലാവരും IAS എഴുതുന്നുണ്ടോ ചോദിച്ച് ഞാൻ IAS-കാരിയാക്കി. അപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളെ ആ രീതിയിൽ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടോ അല്ലെ റിസൾട്ട് അറിയുന്നതിന് മുമ്പോ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെയുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ കുട്ടികളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ എനിക്ക് പറയാറുള്ള പാരൻസ്, പ്രത്യേകിച്ച് പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയണേ, നമ്മുടെ വീട്ടിൽ ഒരു പരീക്ഷ എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി ഉണ്ട് എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം. എന്തിനാണ് അങ്ങനെ എന്ന് പറയും. ഉദാഹരണം, നമ്മൾ പറയും വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് വിവാഹിതനാവുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. പല പാരൻസും നമ്മുടെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട് എന്ന് ചിന്തിക്കാറില്ല. എപ്പോഴും പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് ചിന്തിക്കുക. 2, കൃത്യമായി അവർക്ക് വേണ്ടത് നൽകുക. അവർക്ക് വേണ്ടത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം അവർക്ക് ഫുഡാണ്. പരീക്ഷാക്കാലത്ത് നല്ല ഫുഡ് കൊടുക്കുക. അതുപോലെ കൂടുതൽ വെള്ളം കുടിക്കാൻ അവരോട് പറയുക. കൂടുതലായിട്ട് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം വീട്ടിൽ നിങ്ങൾ ഉണ്ടാകണം. കുട്ടികളോട് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടണം. ഒരുപാട് വെള്ളം അവർ കുടിക്കണം.
കാരണം വെള്ളത്തിലൂടെ അവർക്ക് ഒരുപാട് ഓക്സിജനും ഒക്കെ ലഭിക്കും. അതൊന്ന് മനസ്സും ശരീരവും. പിന്നെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. അതൊരു അത്യാവശ്യ ഘടകമാണ്. നമ്മൾ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയമാണ്. പരീക്ഷാ ഹാളിലേക്ക് അവർ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അവരോട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകണം. കാരണം അവർക്ക് തന്നെ അവരോട് ഒരു ആത്മവിശ്വാസമുണ്ട്. എല്ലാം തിരക്കിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. നന്നായി ഡ്രസ്സ് ചെയ്യാൻ പറയണം. അത് അവർക്കൊരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ തോത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും ഒട്ടും കുറവല്ല ഞാൻ എന്നുള്ള തോന്നലാണല്ലോ. അപ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്ത് അവർക്ക് ഫ്രഷായിട്ട് നന്നായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പോകാൻ പറയണം. അങ്ങനെ പോകാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പാരൻസ് അവരെ അനുഗ്രഹിച്ച് വേണം സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക്. എത്ര ചെറിയ കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണേലും പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് ചേർത്ത് നിർത്തി അനുഗ്രഹിച്ച് വേണം പോകാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ അവർ വലിയ ടെൻഷൻ, അവർ നെഞ്ച് പടവ. എത്ര നന്നായി പഠിച്ചാലും എത്ര ധീരനായാലും എത്ര ധീരയായാലും അവൻ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ അവൻ്റെ നെഞ്ച് പടപടാന്നിരിക്കും. അവനൊരാശങ്കയുണ്ടാവും. ഇത് കുറയ്ക്കാൻ, അല്ലെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നല്ലോ, അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് ഒന്ന് അനുഗ്രഹിച്ച് വിട്ടാൽ അവന് ഭയങ്കര സന്തോഷമാണ്. ദാറ്റ് ടച്ച്, അല്ലെ ആ ടച്ച്, അല്ലെ ആ സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയാം, അത് അവനെ ഒരു വലിയ ആശ്വാസമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പാരൻസ് ചെയ്യേണ്ട ഒന്നാണ് കുട്ടികളെ ഒന്ന് അനുഗ്രഹിച്ച് വിട്ടേക്കുക. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് അനുഗ്രഹിച്ച് വിടുന്നത് എപ്പോഴും നല്ലതാണ്. അത് മറക്കാതെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണേലും പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് അനുഗ്രഹിക്കണം. കാരണം അതൊരു നല്ല കാര്യം. കാരണം അതൊരു ശീലമായി അങ്ങനെ വളർന്ന് 5ാം ക്ലാസ്സിലെത്തി 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും പരീക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുള്ളൂ. 1ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിക്ക് പരീക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് അറിയില്ല. പക്ഷെ അത് ശീലമാക്കുക. ആ ശീലമാക്കി 5, 7 എത്തുമ്പോൾ അവന് എക്സാം സ്ട്രെസ്സൊക്കെ തുടങ്ങുന്നത്, ക്ലാസ് പരീക്ഷ ഉള്ളത്തിൽ സ്ട്രെസ്സൊക്കെ അവന് തുടങ്ങുന്ന പ്രായമാണ്. അപ്പോൾ അവനത് ഏറ്റവും ഉപകാരപ്രദമാവും. അപ്പം ഏത് പരീക്ഷ എഴുതാൻ പോകുമ്പോഴും കുറച്ച് പ്രായമായാലും ശരി, പാരൻസ് ഉണ്ടെങ്കിൽ അനുഗ്രഹിച്ചു വിടുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഞാൻ പറയുകയാണ്, PSC പരീക്ഷയായാലും ശരി, ഒരു മത്സര പരീക്ഷയായാലും ആ പരീക്ഷയിൽ പോകുന്നതിന് മുമ്പ് കുട്ടികളെ അനുഗ്രഹിച്ചു വിടുന്നത് ഏറ്റവും നല്ലതാണ്. അത് അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. അത് അവരുടെ സ്ട്രെസ് കുറയ്ക്കും. അപ്പോൾ അത് പാരൻസ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണം, പിന്നെ അതുപോലെ വെള്ളം കുടിക്കാൻ പറയണം. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതുപോലെ അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്ന ഒന്നും വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വഴക്കുകൾ അവർ ഉൾപ്പെടുത്താതിരിക്കുക. വീട്ടിലെ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളൊന്നും അവർ ഉൾപ്പെടുത്താതിരിക്കുക. ചർച്ചകൾ ഉണ്ടാവാതിരിക്കുക, അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാവാതിരിക്കുക. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് പാരൻസിനോട് പറയുന്നുണ്ട്. ഈ പരീക്ഷ പാസ്സായാൽ നിനക്ക് ഇന്നത് തരാം എന്ന വാഗ്ദാനങ്ങൾ കൊടുക്കരുതെന്നേ ഞാൻ പറയുന്നു. കൊടുക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ പോയത്, പക്ഷെ കൊടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞില്ല, പരീക്ഷ പാസ്സാവുന്നതിനെ കുറിച്ച് പറയാതെ, ആ പാസ്സാവുന്ന നമുക്ക് ഉറപ്പാണ്. ആ പരീക്ഷക്കാലം മുമ്പേ നീ നന്നായി പഠിക്കുന്നുണ്ട്, നീ പാസ്സാവും ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. കാര്യം എന്താണ്? വാഗ്ദാനങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും അവൻ്റെ പരീക്ഷ പോകുന്നത്. അതിലുപരി അവന് വലിയൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയണം. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും അത് എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന അനുഭവത്തിൽ വാഗ്ദാനങ്ങൾ വേണ്ട. വാഗ്ദാനങ്ങളെക്കാൾ എന്നുള്ളത് അവന് വലിയൊരു ലക്ഷ്യമുണ്ട്, അവൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുക. വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തെന്ന് ഉറപ്പിക്കാൻ പറയണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഈ പഠനം, ഈ വിദ്യാഭ്യാസം, നീ പഠിക്കുന്നതും ഈ പരീക്ഷ എഴുതുന്നതെല്ലാം. അതുമാത്രം. വാഗ്ദാനങ്ങൾ കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞു. പാരൻസിനോട് മറ്റൊന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അതായത് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. പരീക്ഷാ ഹാളിൽ എത്തുന്നത് വരെയും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പരീക്ഷാ ഹാള്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാണോ എന്നൊന്ന് പാരൻസും കൂടി നോക്കണം.
ഉദാഹരണം, വലിയ പരീക്ഷകൾ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോൾ ടിക്കറ്റ്, പെന്നുകൾ, പെൻസിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരൻസും കൂടി, അമ്മയോ വീട്ടിലെ അമ്മയാണ് ഏറ്റവും നല്ല, അച്ഛനേക്കാളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന അമ്മയാണ്. വേറെ ഒന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്നുണ്ട്, ഇതൊക്കെ പറയുമ്പോഴും കുട്ടികളുടെ മുഖത്ത്, കുട്ടികൾ എപ്പോഴും നോക്കുക പാരൻസിൻ്റെ മുഖത്തേക്കാണ്, പ്രത്യേകിച്ച് അമ്മയുടെ മുഖത്തേക്കാണ്. കുട്ടികൾ എപ്പോഴും അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുക. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി, വിത്ത് എ സ്മൈലിംഗ് ഫേസ്, സന്തോഷത്തോടു കൂടി മാത്രമായിരിക്കണം ഇത്. മകനേക്കാളും അല്ലെ മകളെക്കാളും കൂടുതൽ സ്ട്രെസ്സോട് കൂടിയേ ചെയ്യുന്നെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അമ്മയുടെ മുഖത്ത് നിന്നുള്ള ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവൾക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കുകയും വെള്ളവും എല്ലാം എടുത്തു കൊടുത്ത് സമാധാനിപ്പിച്ച് ഒന്ന് ചേർത്ത് നിർത്തി അനുഗ്രഹിച്ച് വിടുമ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ആശയങ്ങളും പുറത്തു വരും. ഞാൻ പറഞ്ഞില്ലേ, മനസ്സൊന്നും മറക്കുന്നില്ല, മനസ്സെല്ലാം മറക്കുന്നുള്ളൂ. മനസ്സ് മറച്ചു പിടിച്ചത് വല്ലതും പുറത്തു വരും, ഞാൻ ഉറപ്പ് വരുന്നു. ഇങ്ങനെ ഒരു കൊച്ചിനെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഒരു ഹാപ്പി ഫേസോടുകൂടി പറഞ്ഞയക്കുകയാണെങ്കിൽ പലതും മറന്നുപോയത് പലതും കൃത്യമായി ഓർമ്മിക്കാൻ ആ കുട്ടിയെ കൊണ്ട് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, മുഖത്ത്, അമ്മമാരാണ് പറഞ്ഞു വിടേണ്ടത്, മുഖത്ത് ഒരിക്കലും ആ കുട്ടിയേക്കാളും വലിയൊരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും മുഖത്ത് ഉണ്ടാവരുത്. സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുക. എല്ലാം റെഡി ആണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞയക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഹോൾ ടിക്കറ്റ്. ഇനി പരീക്ഷ ഹാളിൽ എത്തിക്കഴിയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു, പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് ഒരു എത്ര വലിയ ധീരനായാലും ശരി, എത്ര ധൈര്യശാലിയായാലും ശരി, എത്ര നന്നായി പഠിച്ചാലും ഹാളിൽ എത്തുമ്പോൾ നെഞ്ച് പടപട എന്നിടിക്കും. അപ്പോൾ ആ കുട്ടികളോട് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമാണ്, ക്ലാസ്സിൽ ചെന്ന അപ്പം ഞാൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു 22 വർഷം. അപ്പോൾ പല കുട്ടികളും ഓടി എൻ്റെ ക്ലാസ്സിലേക്ക് വരും. അപ്പം ഞാൻ അവസാനം പഠിപ്പിച്ച കോളേജിൽ ചെറിയൊരു പ്രിൻസിപ്പൾ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ക്ലാസ്സിൽ വൈകി വരുന്നവർക്ക് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ എണ്ണം വന്നാലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ. അപ്പോൾ ഞാൻ വൈകി വരുന്ന കുട്ടികളോട് ക്ലാസ്സിൽ കയറാൻ പറയും. ക്ലാസ്സിൽ കയറി കുറയും, പുറത്ത് നിർത്താറില്ല. കാരണം അവർ പലപ്പോഴും ബസ്സിനൊക്കെ വരുന്നവരായിരിക്കും, വളരെ ഓടിയാണ് അവർ. ഞാൻ കാണാറുണ്ട്, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കാനാണ് ഞാൻ പറയും. ഇരുന്ന് കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറയും. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയും. വെള്ളം കൊണ്ടുവന്നെ ഒരു കവിൾ വെള്ളം കുടിക്കാൻ പറയും. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറയും. നല്ലോണം ഒന്ന് ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറയും. ശ്വാസം അകത്തേക്ക് എടുത്ത് ശ്വാസം ഒന്നകത്ത് പിടിച്ച് ആ ശ്വാസം സാവകാശത്തിൽ പുറത്തേക്ക് വരും. അങ്ങനെ 2 or 3 പ്രാവശ്യം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും. ക്ലാസ്സിൽ നിന്ന് ചെയ്തോളാൻ പറയാം. എനിക്ക് അതിനൊന്നൊരു തടസ്സമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിലേക്ക് ഓടി വന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ഏതാ ക്ലാസ് എന്ന് അറിയില്ലായിരിക്കും, എന്തായിരിക്കും നടക്കുന്ന അറിയില്ലായിരിക്കും, കോൺസെൻട്രേഷൻ കിട്ടില്ല അവർക്ക്. അപ്പോൾ ഏറ്റവും നല്ല ഒരു എക്സർസൈസാണത്. അത് ചെയ്യാൻ പറയും. എന്നിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറയും. നിങ്ങൾ അവിടെ ഇരുന്നു, നിങ്ങളെ സ്ഥലത്ത് പോയി റിലാക്സ് ചെയ്യാൻ പറയും. എന്നിട്ട് ശ്രദ്ധിച്ചാൽ മതി. വന്ന ഉടനെ തന്നെ എൻ്റെ മുഖത്ത് നോക്കണം ഞാൻ നിർബന്ധമൊന്നുമില്ല. എനിക്ക് തരേണ്ട ഗുഡ് മോർണിംഗ് ഒക്കെ അവർ തന്നു കാണും, ഞാൻ അവരെ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും ഈ കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. അവൻ്റെ നെഞ്ച് പടപടായെന്നിരിക്കും. അവളുടെ നെഞ്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വലിയ ടെൻഷനോടെ ക്ലാസ്സിൽ പരീക്ഷ ഹാളിൽ ചെല്ലുന്നത്. അപ്പോൾ അവരോട് പറയണം, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറയണം. അവരുടെ ഹാളിൽ അവരുടെ സീറ്റിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറയും. ഒന്ന് ശാന്തമാവുക. എന്നിട്ട് ശ്വാസം ഒന്ന് മെല്ലെ ഉള്ളിലേക്ക് എടുക്കാൻ പറയണം. ശ്വാസം ഒന്ന് ഉള്ളിൽ പിടിച്ചു വെച്ചിട്ട് എത്ര എടുത്തോ അതിലും കുറച്ച് കൂടുതൽ പുറത്തേക്ക് അയക്കുക. സാവകാശത്തിൽ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു 3 or 4 പ്രാവശ്യം ചെയ്യാൻ പറയണം. അപ്പോൾ ഒരുപാട് ഓക്സിജൻ അവരുടെ ബ്ലഡിലൂടെ തലച്ചോറിലേക്ക് ചെല്ലും. ഓർമ്മശക്തിയൊക്കെ ഒന്ന് ഉണർത്തും. നമുക്കറിയാം, നമ്മുടെ നെർവസ് സിസ്റ്റം, അപ്പോൾ അതൊക്കെ ഒന്ന് ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ അത് കാരണം അവരുടെ ഓർമ്മശക്തി ഞാൻ പറഞ്ഞല്ലോ, പല സംഗതികളും അവർക്ക് ഓർമ്മിക്കാൻ കഴിയും. പലപ്പോഴും ഈ സ്ട്രെസ്സാണ് മറവിക്കൊരു കാരണമായി തീരുന്നത്. കൃത്യമായി ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ചിലപ്പം അവർ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ആകെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ അവർക്ക് ചെയ്യാവുന്ന
ഏറ്റവും നല്ല ഒരു സംഗതി ഇതാണ്. നല്ലോണം ഒന്ന് ശ്വാസത്തിനകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഓർമ്മശക്തിയൊക്കെ മറന്നു പോയി എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. സത്യമാണ്. അതെ, ഓക്കെ. ഇത് പരീക്ഷാ ഹാളിലേക്കാണ്. പരീക്ഷ കഴിഞ്ഞ് കുറേ സമയത്തേക്ക് പരീക്ഷയെക്കുറിച്ച് കുട്ടികളുമായി ചർച്ച ചെയ്യാതിരിക്കുക. പല പാരൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഓടി വരുമ്പോഴേക്കും ആകെ ആകാംക്ഷയോടെ ഇരിക്കുക, ഈ കുട്ടി എങ്ങനെയാണ്, എൻ്റെ മകൻ ഫുൾ A+ എഴുതിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നു, ഒരു അമ്മ എന്നോട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരുപാട് ഊർജം ചെലവാക്കിയിട്ടാണ് ഈ കുഞ്ഞ് പരീക്ഷ എഴുതിയതെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഊർജം ചെലവാക്കിയിട്ടാണ് ഈ കുട്ടി പരീക്ഷ എഴുതിയത്. അവൻ തളർന്ന് വരുമ്പോൾ, ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഒരു CBSE സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കോളേജിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ SSLC പരീക്ഷ എഴുതാൻ കുട്ടികളെ തൊട്ടടുത്ത ഒരു സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടായിരുന്ന സന്തോഷമാണ്, സാർ ഒരു ദിവസം ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പാൾ എനിക്ക് സമയം തന്നു അവരുടെ കൂടെ ഉച്ച വരെ ഈ കുട്ടികളുടെ കൂടെ പോകാൻ. അപ്പം ഞാൻ അവരുടെ ബസ്സിൽ പോയി. പരീക്ഷ എഴുതി വരുന്ന കുട്ടികളെ ഞാൻ ആദ്യമാണ് കാണുന്നത്. എന്തൊരു അവർ വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ ഊർജം അവർ ചെലവഴിച്ചു. നമ്മൾ പരീക്ഷ എഴുതുന്നത് നമുക്കറിയാമായിരുന്നല്ലോ. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ അവസ്ഥ എത്രമാത്രം ഊർജം നമ്മുടെ തലച്ചോറിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഇവർ പലപ്പോഴും അവർ സ്കൂൾ ബസ്സിലൊക്കെ കയറി വീട്ടിലെത്തി നടന്ന് തളർന്നു വരുമ്പോൾ അമ്മ എന്ത് ചെയ്യുക? ആകാംക്ഷയോടെ ഇരിക്കുക. ഏത്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചർച്ച ചെയ്തിരിക്കുക. അവർക്ക് അവരുടെ എന്ന് പറഞ്ഞാൽ അവരൊന്ന് റിലാക്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക. വെള്ളമോ ഭക്ഷണമോ ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞത് എന്താ അറിയോ, 2 ദിവസം കഴിഞ്ഞ് വേണം, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് മതി. എല്ലാ പരീക്ഷയും കഴിഞ്ഞ് മതി. ഇപ്പോൾ പരീക്ഷകൾക്ക് സമയം കുറേ ഉണ്ട്. ഒരു പരീക്ഷ കഴിഞ്ഞാൽ കുറേ പരീക്ഷ സമയമുണ്ടല്ലോ. അപ്പോൾ കുട്ടി അന്നത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണം കഴിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് റൂമിലിരുന്നോ അല്ലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നോ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒക്കെ ചോദിക്കുക, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം ഉടനെ ഉള്ള ചർച്ചകൾ ഒഴിവാക്കുക. അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇതാണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, പാരൻസിൻ്റെ കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ വീട്ടിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കുക. എപ്പോഴും ഉണ്ടാവും, ഇല്ലേ? നമുക്കറിയാം, അത് 1-ാം ക്ലാസ്സിലാണേലും 2-ാം ക്ലാസ്സിലാണേലും 5-ലാണേലും 10-ലായാലും വലിയ പരീക്ഷകൾ എഴുതുന്നതായാലും ശരി, അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർക്ക് പോസിറ്റീവായിട്ടുള്ള സജഷൻസ് മാത്രം കൊടുക്കുക, അവരെ കൊണ്ട് പറയിക്കുകയും ചെയ്യണം. കുട്ടികളോട് പറയേണ്ടത് എപ്പോഴും മനസ്സിലൊരു പോസിറ്റീവ് സജഷൻ കൊടുക്കുക. എനിക്ക് കഴിയും, ഞാൻ പാസ്സാവും, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും, എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. ഓരോ വിഷയവും പഠിക്കുമ്പോഴും കുട്ടിയോട് പറയണം, ആ ഭാഗം എനിക്ക് ഓർമ്മിക്കാൻ കഴിയും, ഇത് ഞാൻ കൃത്യമായി പരീക്ഷാ ഹാളിൽ ഓർമ്മിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണം. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനേ കഴിയുള്ളൂ. അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞ് അവരുടെ ഏകാഗ്രതയാണ്. ഏകാഗ്രത അവർ തന്നെ ഉണ്ടാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ചിന്തകളെക്കുറിച്ചോ അല്ല, ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കൊച്ചു പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ, അതായത് 10-ാം ക്ലാസ്സിലെ പരീക്ഷ, +2 പരീക്ഷ എഴുതുമ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് എപ്പോഴും പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ സ്റ്റഡി റൂം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. പാരൻസ്, പ്രത്യേകിച്ച് അമ്മ, അവരുടെ റൂമിലുള്ള അനാവശ്യമായിട്ട് മാസികകളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അനാവശ്യമായ പുസ്തകങ്ങൾ മേശപ്പുറത്ത് നിന്ന് എടുത്ത് മാറ്റാൻ പറയണം. അതുപോലെ ഭിത്തിയിലൊക്കെ എന്തെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. പുറത്തേക്കുള്ള കാഴ്ച വരുന്ന പോലത്തെ ജനൽ കർട്ടനൊക്കെ ഇട്ട് കൊടുക്കണം. അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം അവിടെ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കും. കുട്ടികളോട് പറയാനുള്ളതാണ്, ഏകാഗ്രത നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണ്. ഒരു പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുന്നത് പോലെയുള്ള കൂർമ്മതയുള്ളൊരു ഏകാഗ്രത നമുക്ക് ആവശ്യമുണ്ട്.
അത് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇഷ്ടത്തിനടുത്ത് വിടാതിരിക്കുക, മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. 10 മിനിറ്റ് പഠിക്കുമ്പോൾ മനസ്സോടിപ്പോൾ ഉടനെ തിരിച്ചു വിടണം. എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, ഈ ലക്ഷ്യം നേടുന്നതാണ് എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന ചിന്തയോടുകൂടി ഏകാഗ്രത ഉണ്ടാക്കാനേ സാധിക്കുകയുള്ളൂ. ഒന്ന് തളർന്നു കഴിയുമ്പോൾ ഏകാഗ്രത, ഞാൻ പറഞ്ഞല്ലോ, ഏകാഗ്രതയോടുകൂടി പഠിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവാകുന്ന ഒന്നാണ്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക, കുറച്ച് വെള്ളം കുടിക്കുക, പിന്നെ വീണ്ടും ഇരിക്കുക, കുറച്ച് സമയം കൂടി പഠിക്കുക. ഓക്കെ, ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കൂൾ ഓഫ് ടൈമാണ്, നിങ്ങൾ കൂൾ ആവേണ്ട സമയമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ തന്ന അവസരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഇതിൽ ആദ്യം സാർ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അമ്മയുടെ മുഖത്തുള്ള കോൺഫിഡൻസ്. അതാണ് കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള ശക്തി. ആ കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കണം, അല്ലേ? മനസ്സ് പലതും അല്ലെങ്കിൽ എല്ലാം തന്നെ മറക്കുന്നു. അപ്പോൾ ആ മറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പരീക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. ശാന്തമായ ചുറ്റുപാടുകൾ, പരീക്ഷയ്ക്ക് എഴുതാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ശാന്തമായ ചുറ്റുപാടുകൾ, വീട്ടുകാര്യങ്ങൾ ഇടപെടാതിരിക്കുക, വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുക. പരീക്ഷ എഴുതുന്നൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് മാതാപിതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുക, പ്രത്യേകിച്ച് ധാരാളം ജലവും വെള്ളവും അതുപോലെ തന്നെ നല്ല ഫുഡും. ആത്മവിശ്വാസം കൊടുക്കുക, വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. കുട്ടികളെ അനുഗ്രഹിച്ച് പരീക്ഷ എഴുതാൻ വിടുക. തിരിച്ചു വരുമ്പോഴും പരീക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാതിരിക്കുക. ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കേണ്ട ഒത്തിരി ചെയ്തത്. പക്ഷേ ഇതെല്ലാം നമ്മൾ തെറ്റിച്ച് കളയും എന്നുള്ളതാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നത്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മനോഹർ സാറിനും തുടങ്ങാം. മനോഹർ സാർ. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ബോബൻ സാറ് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 22 വർഷത്തെ കോളേജ് അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള പരിചയ സമ്പന്നതയോടുകൂടിയാണ് ഈ ക്ലാസ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മളിതിനു മുമ്പേ പല ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ബോബൻ സാർ എടുത്തിട്ടുണ്ട്. നമ്മളെ കൗൺസിലേഴ്സിന് ട്രെയിനിങ്ങിൽ കൊടുക്കാനും ഞാനും ബോബൻ സാറും ഒക്കെ ഒരുപാട് ട്രെയിനിങ് നടത്തിയ ആളുകളാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ തന്നെ കുറേ പിന്നെ സാർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെതായുള്ള രീതിയിൽ, സുഖസജ്ജമായ രീതിയിൽ PPT ഒന്നും ഇല്ലാതെ വളരെ ഫ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 1-2 കാര്യങ്ങൾ സാർ പറഞ്ഞതെന്ന് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ പെർഫോമൻസ് ഒബ്സഷൻ ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ കൗൺസിലേഴ്സ് പോലും നമുക്ക് ആർ വി അൺഇൻറ്റൻഷനലി റീഇൻഫോഴ്സിങ് പെർഫോമൻസ് ഒബ്സഷൻ എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. കാരണം ഈ മാർക്ക് സെന്റേർഡ് ഐഡന്റിറ്റി നമ്മളും അറിയാണ്ട് ചിലപ്പം കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ ചില കൗൺസിലേഴ്സ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, റിലാക്സ് ചെയ്താൽ മാർക്സ് മെച്ചപ്പെടും, കോൺഫിഡൻസിനുണ്ടെങ്കിൽ റാങ്ക് വരും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒബ്സഷൻ. നേരത്തെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് ഒബ്സഷന് കൂടാതെ പിന്നെ ഇവിടെയും നമ്മൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ കണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ബ്രെയിനിലേക്ക് പോകുന്നത് എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് നിനക്ക് എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ റാങ്ക് ഇംപ്രൂവ് ചെയ്യോ, സ്റ്റഡി അവേഴ്സ് കൂട്ടണം, ഇതൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മൾ ചോദിക്കില്ല, നീ മാർക്ക് ഇല്ലാതെ നീ ആരാണ്, അല്ലെങ്കിൽ ഫെയിലിയർ വന്നാൽ നീ എന്തർത്ഥമാക്കുന്നു എന്നുള്ളത് കൊടുത്താൽ അപ്പോൾ ഈ അൺനോയിങ്ലി ആയിട്ട് പെർഫോമൻസ് ഒബ്സഷൻ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ നീ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയുക, അതേസമയത്ത് നെക്സ്റ്റ് ടൈം 100% ഉറപ്പാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ പാരൻസും ഒക്കെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, അടുത്ത പരീക്ഷയിൽ 100% മാർക്ക് കിട്ടണം. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിനുള്ളിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എക്സാം ആങ്സൈറ്റി പലപ്പോഴും ആങ്സൈറ്റി പ്രോബ്ലം അല്ല, അതൊരു വർക്ക് പ്രോബ്ലം എന്നാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഞാൻ ടോപ്പ് ആയിട്ടില്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നോ, അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി പ്രയാസമായിട്ടാണ് നമുക്ക് പലപ്പോഴും. അപ്പം പെർഫോമൻസ് കൗൺസിലറായിട്ട് നമ്മൾ ചെയ്യുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറയാം, സ്റ്റഡി സ്ട്രക്ചർ കൊടുക്കുക. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ
അതോടൊപ്പം തന്നെ നമ്മൾ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്യാനും എഫർട്ട് പ്രൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ വീട്ടുകാരോടും പറഞ്ഞു, പാരൻസിനോടും പറഞ്ഞു. അവരുടെ എഫർട്ട് നമ്മൾ അതൊരു എന്താ പറയുക സ്ട്രോക്കാണ്. എഫർട്ട് പ്രൈസ് ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടി. അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക, റിലാക്സ് ചെയ്താൽ മാർക്ക് നല്ലത് വരുന്നതിന് പകരം റിലാക്സ് ചെയ്താൽ നീ ക്ലിയർ ആയിട്ട് ചിന്തിക്കും. അതാണല്ലോ നമ്മൾ ശരിക്കും ഉള്ളത്. റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. സാറ് ഇവിടെ പറഞ്ഞൊരു കാര്യം അതാ, ഫുൾ ഓഫ് ടൈമിൽ ഒന്ന് ശ്വാസം നന്നായിട്ട് എടുത്ത് 4-4-4-6 അല്ലേ, ഞാനിപ്പോഴും പറയാറ് 4-4, ചിലപ്പോൾ അത് 3-3-3 പറയാറ്. അങ്ങനെ വരുമ്പോൾ എക്സൈലിൽ വളരെ സ്ലോ ആയിട്ട് പോകുമ്പോൾ നമ്മളൊരു കാംനെസ് ആണ്, വെഗസ് നെർവും അല്ലെ, ഒരു കാംനെസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ സമയം നമുക്ക് അതായത് നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാനും റിലാക്സ്ഡ് ആയി ചിന്തിക്കാനും ഒക്കെ എല്ലാ അവസരം കുട്ടിക്ക് കിട്ടും. അതായത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സാറേ ഫുൾ ഓഫ് ടൈമിൽ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. എക്സാമിന് ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതൊരു കൂൾ ഓഫ്, അതെ കുറച്ചു നേരം പരീക്ഷനെ പറ്റി ഒന്നും ചിന്തിക്കാതെ തമാശ എന്താ രസകരമായ രീതിയിൽ ചുറ്റുമൊക്കെ കണ്ണോടിച്ച് ഒരു രസകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പരീക്ഷയിൽ ഇരിക്കുക. പരീക്ഷയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൂടി നല്ലതാണെന്ന് തന്നെ എനിക്ക് പറയാം. പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ പിന്നെ രേഖപ്പെടുത്താനുള്ള ഒരു മാധ്യമമാണെന്ന് കുട്ടികൾ പറയണം. അതായത് പരീക്ഷ നമ്മൾ ഇഷ്ടപ്പെടണം. പരീക്ഷ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ രേഖപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങളെ പരീക്ഷ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒക്കെ പറയാം. നല്ല രീതിയിൽ സാർ ഇവിടെ ക്ലാസ് അവതരിപ്പിച്ചു. സാറിന്റെ എക്സ്പീരിയൻസ് വളരെയധികം അതിന് കാരണമായി. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മളെ ഇനി വരുന്ന ദിവസങ്ങളിൽ നടത്താൻ സാറ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം അനുവദിച്ചു തരുന്നതിന് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പുനർജനി എന്നുള്ള ഒരു നമ്മളൊരു പരിപാടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ പുനർജനിയിൽ നമ്മളിത് കൗൺസിലേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, അവരത് മനസ്സിലാക്കണം. ടെലി കൗൺസിലിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല അവയർനെസ്സും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഞങ്ങളിത് ഈ പരിപാടി കുറച്ചു കാലം അല്ലേ സാർ നമ്മളതിന് ഡിസ്കസ് ചെയ്തത്. കുറച്ചു കാലം നമ്മളെ പരീക്ഷ ഫോക്കസ്ഡ് ആയിട്ട് ഡിഫറെന്റ് ആംഗിളിൽ, ഇപ്പോൾ സാർ ഇത് കൂൾ ഓഫ് ടൈം ആണ്, ഇന്നലെ പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി എന്നുള്ള രീതിയിൽ എക്സ്പെർട്ടായ നമ്പൂരി സാറ് ഇന്നലെ പറഞ്ഞു. അടുത്ത ക്ലാസ് ഇതുപോലെ വേറൊരു രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഈ ഒരു നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ടെലി കൗൺസിലേഴ്സ് എക്യുപ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇത്ര നല്ല എക്സ്പെക്ട് ചെയ്യുന്നത് ആളുകൾ കൂടുതൽ വരേണ്ട ഒരു നമ്മളെല്ലാം ഇതിന്റെ നമ്മുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളിത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കപ്പോൾ നമ്മളൊക്കെ നമുക്ക് എല്ലാം അറിയുന്ന രീതിയിൽ നമ്മൾ കാണരുത്. ഇത് പല കാര്യങ്ങൾ പല ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറയുമ്പോൾ എനിക്ക് എൻ്റെതായ വേറൊരു ആംഗിൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അങ്ങനെ, നമ്മളെല്ലാവരും സൈക്കോളജി നല്ലോണം അരച്ച് കലക്കി കുടിച്ച ആളുകളാണ്, കൗൺസിലിംഗ് മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ടല്ലോ, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി സാധിക്കും. ഇപ്പൊ ട്രെയിനിങ് ക്ലാസ്സിൽ പോകുമ്പോൾ സാറിന്റെ കുറെ ടിപ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്നലെ നമ്പൂരി സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് നല്ലൊരു അർത്ഥവത്തായ ഒരു ഡിസ്കഷൻ ആക്കി നമുക്ക് മാറ്റണം. എല്ലാവരും ഇടപെട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യണം. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന ഡോക്ടർ ഉലയൻ സാറെ പോലെയുള്ള ആളുകളെ, ലീല മോഹൻ മാഡം, അതുപോലെ റോയ് സാർ, ഇങ്ങനെയുള്ള ഡോക്ടർ സുധോധനൻ സാറൊക്കെ നമ്മളിങ്ങനെ ദിവസം ഇപ്പോൾ കുറെ വിക്ടർ സാറൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള ആളുകളെ സ്ഥിരമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ട്. അവരൊക്കെ ഇതിൽ വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നത് കൂടി അനുസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോൾ സാർ ഉണ്ട് എറണാകുളത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒക്കെ സാബു സാർ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബാബു തോമസ് സാറൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. പുനർജനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ PCTയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടെലി കൗൺസിലേഴ്സ് എന്ന് വെച്ചാൽ കൗൺസിലേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അതാത് ജില്ലകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ മനോഹർ സാറിനെയോ അല്ലെങ്കിൽ ഓരോ ജില്ലാ ഭാരവാഹികളെ യെസ് അത് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് കൊടുക്കുന്ന ഒരു സഹായം എന്ന നിലയിൽ. ഓക്കെ, നമുക്ക് ഇത് നമ്മൾ ഉണർവിൻ്റെ 18ാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനൊരു ഒഫീഷ്യലായിട്ടൊരു വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം. അതിനുവേണ്ടി കോട്ടയത്തെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബാബു തോമസ് സാർ എത്തിയിട്ടുണ്ട്. ബാബു സാർ. ഏറ്റവും പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇന്നത്തെ വെബിനാർ നയിച്ചത്
ശ്രീ ബോബൻ കൊക്കപ്പുഴ സാറാണ്. സാറ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അപരിചിതനായ ഒരു വ്യക്തിയല്ല. സാറ് നമുക്ക് വേണ്ടി ഒരു ക്ലാസ് നയിച്ചിട്ടുണ്ട്. ഇത്തവണയും നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് ക്ലാസ് എടുത്തതിന് കോട്ടയം ജില്ലയുടെ പേരിലുള്ളതായ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. വളരെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ് സാറ് കൈകാര്യം ചെയ്തത്. കൂൾ ഓഫ് ടൈം. വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഈ ഒരു പദം കേട്ടാൽ മനസ്സിലാകും. സാറ് വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്താണ് സംസാരിച്ചത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഈ പരീക്ഷാകാലത്ത് മാർഗദർശകമേകുന്ന ഒത്തിരി കാര്യങ്ങൾ സാറ് ഇവിടെ അവതരിപ്പിച്ചു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ കൂൾ ഓഫ് ടൈം നമുക്കും വേണ്ടതല്ലേ എന്നാണ്. ശക്തമായ വികാരങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളുമൊക്കെ നേരിടുമ്പോൾ മനസ്സ് ഒന്ന് ശാന്തമാക്കാനും അതുപോലെ തന്നെ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാനും ഒക്കെ ചെറിയൊരു ഇടവേള ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാനും ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാനുമൊക്കെ സാധിക്കും. ചില കമ്പനികളിലൊക്കെ ഈ കൂൾ ഓഫ് ടൈം അവരുടെ സമര കാലത്ത് ഒരു ഡേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഡേറ്റ് ഒക്കെ പിന്നീട് അവർ ചുരുക്കിയിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് തീരുമാനങ്ങളൊക്കെ, അതായത് ആ കൂൾ ഓഫ് പീരീഡിൽ അവരുടെ തീരുമാനങ്ങളൊക്കെ അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം തീർത്തും ആനുകാലിക പ്രസക്തിയുള്ള വിഷയം നമുക്കെല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ ബോബൻ സാറ് ഇവിടെ മനോഹരമായി അവതരിപ്പിച്ചു. ഒരിക്കൽ കൂടി സാറിന് PCTA കോട്ടയത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. കാരണം സാറ് നമ്മുടെ ഓരോ വെബിനാറിനും വളരെ നേരത്തെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തുകയും നമ്മുടെ ചർച്ചയ്ക്കൊക്കെ പ്രധാന നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ചുരുക്കത്തിൽ കോട്ടയത്തെ ഈ ഒരു വെബിനാറിന് സാറ് ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. ഡോക്ടർ മനോഹർ ലാൽ സാറിനും കോട്ടയം PCTAയുടെ കൃതജ്ഞത അറിയിക്കുകയാണ്. മറ്റൊരു വ്യക്തി കോട്ടയത്തിൻ്റെ തന്നെ, അതായത് നമ്മുടെ സോണലായിട്ടുള്ള കോർഡിനേറ്റർ സജി സരസ് സാറ്, സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. സാറിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഉണർവ് എന്ന ആ ഒരു പേര് തന്നെ സാറിൻ്റെ സംഭാവനയാണ്. സജി സാറിനും നന്ദി അറിയിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ ഭാരവാഹികൾ അതുപോലെ തന്നെ മെമ്പേഴ്സ്, പോൾ സാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ഭാരവാഹികൾക്കും എല്ലാ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ്, എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ പ്രിയ സാബു സാറ്, ഈ വേദി അണിയിച്ചൊരുക്കിയ സാബു സാറിനും വളരെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാർ. ലതാമോൾ മാം ഉണ്ടോ? കോട്ടയത്തെ ട്രഷററാണ്. ഓക്കെ, റെഡി ആയിക്കും. യെസ്, പറയാമോ? അൺമ്യൂട്ട് ചെയ്തോ. നടക്കുവാ, ചിലപ്പോഴേ കിട്ടുള്ളൂ, കേൾക്കാം, പറഞ്ഞോ. വെളിയില്ല. ഓക്കെ ഓക്കെ ഹലോ, ഓക്കെ ഓക്കെ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ സാറേ. കേൾക്കാം, പറഞ്ഞോളൂ. ആണോ സാറേ? ഞാൻ വെളിയിലായതുകൊണ്ട് കേൾക്കത്തില്ലായിരിക്കും, ഓക്കെ നെറ്റ് ഓക്കെ ശരി പോവായിരിക്കും. ശരി ശരി ഓക്കെ 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 ഓക്കെ. ഓക്കെ അമന ടീച്ചർ. നമസ്കാരം സാറേ, എല്ലാവർക്കും നമസ്കാരം. നല്ല ക്ലാസ്. ബോബൻ സാറ് അന്ന് കണ്ടപ്പോൾ എനിക്ക്
പഴയ ആ ക്ലാസ് ഓർമ്മ വന്നു. സാർ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇതിനു മുമ്പ് എടുത്തായിരുന്നു, ഞാൻ ഓർത്തിരിക്കുവായിരുന്നു. ഇപ്പം സാർ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പം രക്ഷിതാക്കള്, സാറ് പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ ഒരിക്കലും ടെൻഷൻ ആകരുതെന്ന്. അമ്മയാണോ മകളാണോ പരീക്ഷ എഴുതുന്നതെന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് രക്ഷിതാക്കളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഞാന് പിന്നെ എനിക്ക് തോന്നുന്ന SLC പരീക്ഷ വരുമ്പോൾ ടീച്ചർമാര് ആ സ്കൂളിലെ കുട്ടികളുടെ കാര്യം എല്ലാ വർഷവും നോക്കുന്നുണ്ടല്ലോ. സ്വന്തം കുട്ടിക്ക് SLC പരീക്ഷ വരുമ്പോൾ എല്ലാവരും ഫെബ്രുവരിയിലെ ലീവ് ഫെബ്രുവരിയിൽ എടുക്കും, വീട്ടിൽ ഇരുന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ആത്മാർത്ഥത കൂടിയിട്ടല്ല, ഞാൻ പിള്ളേരെ പഠിപ്പിച്ചിട്ടില്ല, വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ല, ഒട്ടും പഠിപ്പിച്ചിട്ടില്ല, അക്ഷരം പോലും പഠിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു രീതി അതായിരുന്നു. വീട്ടില് സാറ് പറഞ്ഞല്ലോ ഈ അനുഗ്രഹിച്ചു വിടണമെന്ന്. അത് സാറ് കുറച്ചുകൂടെ എടുത്തെടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്നാന്ന് വെച്ചാൽ നോർത്തിലൊക്കെ ഈ സീരിയലോ ഈ നമ്മള് ആദ്യം ഹിന്ദിയല്ലേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പം അതിൽ കാണാൻ പിള്ളേർ പുറത്തോട്ട് ഇറങ്ങി പോകാൻ നേരത്ത് അമ്മയോ അപ്പനോ ആരാ അവിടെ ഇരിക്കുന്നെങ്കിൽ വല്യമ്മയോ ആരൊക്കെ അവരുടെ എല്ലാ അടുത്ത് പോയി ഇങ്ങനെ കുനിഞ്ഞ് കാല് തൊടാൻ തുടങ്ങുന്നത് കാണാം. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് അവിടെ ഇവിടുത്തെ കുട്ടികളെ ആ രീതിയിലോട്ടൊക്കെ കൊണ്ടുവരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിള്ളേര് ഇങ്ങനെ പോകുമ്പം പൂമുഖവാതിൽക്കൽ പുഞ്ചിരി തൂകാനൊന്നും പറ്റിയല്ലായിരുന്നു. കാരണം അവരെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വേണം വാതിൽ പൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ. അപ്പം നമ്മുടെയൊക്കെ രീതി അടിച്ചു വാരി കളയുന്ന പോലെയാണ്. പിന്നെ അടിച്ചു വാരി പുറത്തേക്ക് കൊണ്ട് കളയുന്ന പോലെയാണ്. പിള്ളേരെ എല്ലാം പുറത്തേക്ക് എടുത്തിട്ടിട്ട് വേണം വാതിൽ പൂട്ടാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും. പക്ഷെ പിള്ളേര് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ ഒരാൾക്ക് തീരെ പരീക്ഷ പേടി ഇല്ലാത്ത ആളായിരുന്നു, ഒരു കൂസലും ഇല്ലായിരുന്നു. അതിനിച്ചിരി പരീക്ഷ പേടി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പിള്ളേര് എത്ര വളർന്നാലും ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് വിളിച്ച് പറയും, അമ്മേ ഞാൻ പരീക്ഷ എഴുതാൻ പോകാട്ടോ. സ്ട്രോങ് ആയിട്ടൊരു പറയലുണ്ട്. അപ്പം അത് അങ്ങനെ എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്തോ ഒരു ധൈര്യം കൂടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാനൊന്നും മറുപടിയൊന്നും പറയാല, പക്ഷെ അവർക്ക് എന്നോട് പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ. പിന്നെ പിന്നെ വാഗ്ദാനം ചെയ്യരുതെന്ന് സാറ് പറഞ്ഞതും ശരിയാണ്. നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ പരീക്ഷ എഴുതുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടുമാണ്. ആ വാഗ്ദാനത്തിൻ്റെ അകത്ത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി പരീക്ഷ എഴുതുന്ന ഒരു മൂഡ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാനങ്ങനെ വാഗ്ദാനമൊന്നും കൊടുത്തിട്ടില്ല പിള്ളേർക്ക്. അങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ ആവശ്യത്തിനാണല്ലോ അവർ പഠിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ രക്ഷിതാക്കൾക്കാണ് ശരിക്കും ബോധവൽക്കരണം വേണ്ടി, കുട്ടികൾക്കല്ല. ഏത് കാര്യം ആലോചിക്കുമ്പോഴും എനിക്ക് അങ്ങനെയാണ് എൻ്റെ 32 കൊല്ലത്തെ സർവീസ് കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ തോന്നിയിട്ടുള്ളത്. രക്ഷിതാക്കളാണ് എല്ലാം കുളമാക്കുന്നത്, കുട്ടികൾ പാവങ്ങളാണ്. പിന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. പരീക്ഷ ലാസ്റ്റ് ബെല്ല് അടിക്കുമ്പോഴും ഗ്രൗണ്ടിലെല്ലാം ഒച്ചയും ബഹളവും കളിയും ബഹളവും ഒക്കെയാണ്. പരീക്ഷ ബെല്ലടിച്ച് ടീച്ചേഴ്സൊക്കെ പോകുന്ന കാണുമ്പോഴേ പിള്ളേർ ക്ലാസ്സിലോട്ട് കയറുന്ന പോലെ തോന്നുള്ളൂ നമുക്ക്. അത്രയ്ക്കും ബഹളമാണ്, ലാസ്റ്റ് മൊമെന്റ് വരെ അവർ ബഹളവും കളിയാണ്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ദൈവമേ അവസാന നിമിഷമെങ്കിലും ഇവർക്ക് ഈ പുസ്തകം എടുത്തിട്ട് ഒരു വരി നോക്കാൻ മേലെന്ന് ഓർത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ പരീക്ഷാ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു അനക്കവും ഇല്ല. അപ്പം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ വീട്ടിലെ ക്ലോക്ക് തെറ്റിയോ, ഞാൻ താമസിച്ചോ, പരീക്ഷ തുടങ്ങിയോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് പലതവണ. അതെന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിള്ളേരെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇരുത്തിയിട്ട് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ജാഥയായിട്ടാണ് പരീക്ഷാ ഹോളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഒച്ചയില്ല, ഒരു അനക്കവും ഇല്ല. ആ രണ്ട് സ്കൂളും തമ്മിലുള്ള ആ ഡിഫറൻസ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ മെത്തേഡാണ്. അവിടുത്തെ പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. പക്ഷെ ആ പിള്ളേരൊക്കെ 3:30 ആകുമ്പോഴത്തേനും പരീക്ഷ എഴുതി കഴിയും. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ടുണ്ട്, ഈ പിള്ളേർ മുഴുവൻ എഴുതിയില്ലേ ദൈവമേ, 3:30 ആയപ്പോൾ ഇത് എഴുതി കഴിഞ്ഞത്. പക്ഷെ പരീക്ഷ എഴുതിച്ച് പ്രാക്ടീസായിട്ട് 3:30 ആകുമ്പോഴത്തേനും അവർ എഴുതി കഴിയും. എല്ലാം എഴുതുകയും ചെയ്യും, നല്ല മാർക്കും കിട്ടാറുണ്ട്. എല്ലാം ഓരോ എന്താ പറയുക, വീട്ടിലെ സാഹചര്യം, ആ കുട്ടികളുടെയൊക്കെ വീട്ടിലെ സാഹചര്യം നല്ലതാണ്. എൻ്റെ സ്കൂളിലെ പിള്ളേരൊന്നും വീടെന്ന് പറയാനുള്ള സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത്. അങ്ങനെ വീടാണ് എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രം. താങ്ക് യു സർ. ഓക്കെ മാം. ശോഭന ടീച്ചർ ഉണ്ടോ? ശോഭന ടീച്ചർ വന്നിട്ടുണ്ടോ?
ശോഭൻ ടീച്ചർ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ വൈഗ സ്കൂൾ കുട്ടിയാണോ? ശോഭന ടീച്ചർ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉലയനൻ സാർ പറയും. സാർ ഉലയനൻ സാർ അഡ്മിറ്റ് ചെയ്യും. ബോബൻ സാറിന്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കതൊരു ക്ലാസ് എന്ന രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല. സാറ് നമ്മളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഏതോ ഒരു പൊതുവായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. സാർ ഓരോ നിമിഷവും പേരൻസിനുള്ള ചില വാർണിംഗ് നോട്ട്സ് വാർണിംഗ് അല്ലാത്ത രീതിയിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പേരൻസ് ആണോ പരീക്ഷ എഴുതാൻ പോകുന്നത്? ഈ പരീക്ഷയുടെ റിസൾട്ട് പേരൻസിനാണോ? ആ രീതിയിൽ നമ്മൾ മക്കൾക്ക് ബോധവൽക്കരണം ചെയ്തോ എന്ന് പോലും സംശയമുണ്ട്. ലെറ്റ് ദം ഗോ ഫ്രീലി. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പാരൻസിന് കഴിഞ്ഞാൽ, ധാരണ ഇത്രയേ ഉള്ളൂ, ഐ ക്യാൻ, ഐ വിൽ ബി ദ വിന്നർ. അതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ ഇതിലെ വിന്നർ ആണ് എന്ന് ആ കുട്ടിക്ക് ഒരു ബോധമുണ്ടാക്കി കൊടുത്താൽ, വിന്നർ ആവണമെങ്കിൽ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലൂടെ കടന്നു പോകണം. പാരൻസ് എന്തിനാ അതിൽ വിയർക്കുന്നത്? പാരൻസ് വിയർക്കേണ്ട കാര്യത്തില് പാരൻസ് കൊടുക്കാനുള്ള രണ്ട് കാര്യമേ ഉള്ളൂ. എല്ലാ ദിവസവും അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ അല്ലേ, ഐ എം സോ ഹാപ്പി. അവന്റെ തിരുനെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കൂ. ഇന്നലെ ഈ പ്ലാറ്റ്ഫോമിൽ ജയൻ സാർ പറഞ്ഞു, 2 പുരികങ്ങൾക്ക് നടുവില് ആ തൃക്കൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഉമ്മ കൊടുക്കുക കുട്ടിക്ക്, മതി. അവന്റെ ബ്രെയിൻ എൻലൈറ്റൻ ചെയ്യും. ഒന്നുകൂടെ ബോബൻ സാറ് വിട്ടുപോയതെങ്കിൽ ഞാനത് കൂട്ടിച്ചേർക്കുന്നു. ഏത്തമിടുക എന്നുള്ളത് ബ്രെയിൻ എക്സസൈസ് ആണ്. അത് കുട്ടികളും പാരൻസും ഒന്നിച്ച് ചെയ്യട്ടെ. പഠനം മധുരതരമാക്കട്ടെ. പഠനം എപ്പോഴും, ഈ പഠനം വലിയൊരു ഭാരമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ബോബൻ സാറെ ക്ഷമിക്കുക, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലേറ്റ് അവേഴ്സില് പാരൻസ് ഇരുന്ന് കൂടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഇടയ്ക്കിടയ്ക്ക് പഠിക്കടാ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ട്. അവനത് കേൾക്കുമ്പോ ചിരിയാണ് വരിക, പഠിത്തമല്ല വരിക. കട്ടൻ കാപ്പി കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ കണ്ണുകളിലേക്ക് മെലാട്രോൺ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണത്. പ്ലസ് ക്രൂരതയുള്ളൊരു പണി കൂടെയുണ്ട്. തണുത്ത വെള്ളം ബക്കറ്റിൽ വെച്ചിട്ട് ബലപൂർവം ആ 2 കാലുകൾ വെള്ളത്തിലിട്ടിട്ട്, ഇനി മോൻ ഉറങ്ങുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവനെ ഉറക്കാതിരിക്കാനാണോ ഈ അമ്മ ഈ കഷ്ടപ്പെടുന്നത്? അച്ഛനില്ലേന്ന് ചോദിച്ചാൽ അച്ഛന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ടൊന്നും എൻ്റെ മോൻ മുന്നോട്ട് പോവില്ല എന്ന് അച്ഛന് നല്ല ഓർമ്മയുണ്ട്, ബോധ്യമുണ്ട്. പക്ഷെ അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ, നീ എന്തെങ്കിലും ചെയ്യടി അമ്മ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഈ മക്കൾ തിരിച്ച് വൈരാഗ്യത്തോടു കൂടിയേ ചെയ്യുള്ളൂ. 98 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 1-2 ഉത്തരം ഞാൻ തെറ്റിച്ചാ എഴുതുക. അമ്മയുടെ അഭിമാനം ഉണ്ടല്ലോ, സൊസൈറ്റി ചെന്നിട്ട് എൻ്റെ മോന് 3 മാർക്ക് കിട്ടിയെന്ന് പറയുന്ന, അതൊക്കെ പുച്ഛത്തോട് കൂടി കാണുന്ന മക്കൾ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവർ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക അവരെ ഒരിക്കലും. ദെൻ അവര് കടന്നു വരും. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഭവൻ സാറെ ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് പാരൻസിന് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയല്ല ക്ലാസ്സിൽ. താങ്ക് യു സർ. താങ്ക് യു സാർ. ഈ വിക്ടർ ഫ്രാങ്ക്ലിന്റെ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ പാരഡോക്സിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഇത് ശരിക്കും മാതാപിതാക്കൾ വേണ്ട പറയണം. ഒരു പരീക്ഷകളും തോറ്റേച്ച് വരാൻ പറ്റും എന്ന് ചോദിക്കുന്ന ചങ്കൂറ്റും മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ കുട്ടികളൊന്നും തോക്കത്തില്ല. അവരെല്ലാം 100% ഒരു വിപരീത രീതിയിലൊരു പ്രോസസ്സാണ്. വത്സമാമ കേൾക്കാമോ? വിക്ടർ ജോർജ് സാർ. വത്സമാം പറയും. സർ, താങ്ക് യു ഭവൻ സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ കുട്ടികളെ സ്നേഹിക്കുന്ന, വളരെ പിതൃവാത്സ്യത്തോടു കൂടി അവരെ കാണുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ്സാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് സാറിന്റെ ക്ലാസ് കേട്ടിട്ട്. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം
ഇന്ന് പുനർജനീയ കൗൺസിലേഴ്സിന് ഏറ്റവും ഉപകാരപ്രദ കാര്യമാണ്. ടീച്ചേഴ്സും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉള്ള ശിക്ഷണ നടപടികൾ കുറഞ്ഞിരിക്കാൻ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു സ്ട്രെസ് പലപ്പോഴും അനുഭവപ്പെട്ട് കാണുന്നുണ്ട്. കുട്ടികളെ ഒന്ന് താമസിച്ച് വന്നാൽ ശിക്ഷണ നടപടികൾ അവരെ പുറത്തു നിർത്തുന്ന പരിപാടികളൊക്കെ മിക്ക സ്കൂളുകളിലും നടക്കുന്നുണ്ട്. മിക്കവാറും അവർ ഓടിക്കറച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേനും അവരോടൊരു ആശ്വാസ വാക്ക് പറയാനും ഇരുത്താനും സാധിക്കുന്നത്. ഏറ്റവും എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടത് അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുത്താനായിട്ട് സാറ് ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പറഞ്ഞു. അത് എല്ലാവരോടും എനിക്കിനിയും കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇത് ഞാൻ പറയുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു റിലാക്സേഷൻ കുട്ടികൾക്ക് ആവശ്യമാണ്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. പഠനത്തോട് വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും ചില ടീച്ചേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും പ്രവർത്തനങ്ങൾ. ഇത് പരീക്ഷാക്കാലത്ത് എനിക്ക് പറയാനുള്ള പരീക്ഷാക്കാലത്ത് മാത്രം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്താൽ പോരാ. ഇത് ആദ്യം മുതലേ ഇതങ്ങ് ട്രെയിൻ ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും അത് അതേ രീതിയിൽ തന്നെ നടക്കും. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ചെറുപ്പം തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് സ്കൂളിലേക്ക് പോകുമ്പോൾ എവിടെ പോയാലും രൂപത്തിന് മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്നുള്ള അനുഗ്രഹിച്ച് വിടുന്ന രംഗമായിരുന്നു. അത് ഞാൻ എൻ്റെ മക്കളോടും തുടർന്നിട്ടുണ്ട്, കൊച്ചുമക്കളോടും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ രീതി നമ്മളങ്ങ് തുടർന്നു പോയാൽ, മാതാപിതാക്കൾക്ക് ആ ഒരു ഇത് കിട്ടിയാൽ അവരത് മക്കൾക്ക് കൊടുത്ത് തുടർന്നു പോയാൽ വരും തലമുറകളും അത് തന്നെ തുടർന്ന് തന്നെ പോകും. ഈശ്വര വിശ്വാസവും കൂടെ അവരിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുട്ടികള് സത്യസന്ധതയോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി പറയുന്നതും അവരുടെ എയിം കണ്ടെത്താനായിട്ട് അവരിൽ തന്നെ എയിം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓരോ എയിം അവർക്കുണ്ട്. അവരുടെ ഇഷ്ടത്തിന് വിടുന്ന ഇപ്പോഴത്തെ യുവതല മാതാപിതാക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ളത് പഠിക്കാനാണ് താല്പര്യം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ ഒരു 10 വർഷം മുമ്പൊക്കെയുള്ള പേരൻസ് ഒക്കെ എൻ്റെ കൊച്ചി ഇതാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അവരുടെ ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്ന്. പക്ഷെ ചില കുട്ടികളെ കുറെ കുസൃതിത്തരങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവും ഉണ്ട് എന്നുള്ളതും വളരെ പറയേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠനത്തോട് വെറുപ്പുണ്ടാകാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ, മാതാപിതാക്കളോട് എതിർപ്പുണ്ടാകാതെ മാതാപിതാക്കളും മക്കളും തങ്ങളൊരു ഫാമിലി ടൈം കീപ്പ് ചെയ്യാനും അവർ തങ്ങളുടെ റിലേഷൻസ് മാതാപിതാക്കളും മക്കൾക്ക് മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് തുറന്നു പറയാനും ഉള്ള സാഹചര്യങ്ങളും കുടുംബത്തിലുണ്ടായാൽ കുറെ കൂടെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ, എനിക്ക് പറയാനുള്ളത്. എങ്ങനെയായാലും വളരെ നല്ലൊരു സ്നേഹമസൃതമായ ഒരു സംഭാഷണമായിരുന്നു നടന്നത്, ഒരു ക്ലാസ് എന്നുള്ളതിൽ കൂടുതലായിട്ട്. വളരെ നന്ദി ബോബൻ സാറിൻ്റെ ഈ ക്ലാസ്സിനെ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാം. തീർച്ചയായും. ഓക്കെ, റോയ് സാർ. സാധാരണയായി പരീക്ഷ എടുക്കുമ്പോൾ പിള്ളേരുടെ ടെൻഷനും പിള്ളേർക്കുമുള്ള ട്രെയിനിങ്ങുകളാണ് ആദ്യം കൊടുക്കുന്നത്. മാതാപിതാക്കളുടെ കാര്യമൊന്നും അതുപോലെ ആരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, സഹകരിക്കുക എന്ന് പറയും. ഏതായാലും ഭവൻ സാറിൻ്റെ ഈ ക്ലാസ് ഒരു പുതുമയുള്ളത് കൂടുതൽ പരീക്ഷാ സമയത്ത് അല്ലാത്തപ്പോൾ തന്നെ കുട്ടികളിൽ വ്യക്തമായ ലക്ഷ്യബോധം പഠിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും വേണമെന്നും പഠനത്തിലെ ഏകാഗ്രത ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ശ്രദ്ധ വേണമെന്ന് പറഞ്ഞതും, അതുപോലെ ഇതൊക്കെ വളരെ മാതാപിതാക്കൾ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പഠിക്കുക എന്ന് പറഞ്ഞു വിടുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ അവരുടെ ഏകാഗ്രത ഉണ്ടാക്കുന്നതിനും ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനും മനസ്സിനെ പല വഴിക്കൊന്നും ചഞ്ചലിച്ചു പോകാതെ, അതുപോലെ തന്നെ പഠന സമയത്ത് മറ്റേ ജനലുകൾ വരെയും ശ്രദ്ധിക്കപ്പെടണം എന്ന് പറഞ്ഞതൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് രക്ഷകർത്താക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇത് ഉതകുന്ന ഒന്നായിരുന്നു. പല കുട്ടികൾക്കും പരീക്ഷ എടുക്കുമ്പോൾ ടെൻഷൻ വന്നോ, സ്ട്രെസ്സാണ്, അതൊന്ന് മാറ്റിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് വരാറുണ്ടെങ്കിൽ
അവരോട് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മാതാപിതാക്കളുടെ ഭാഗങ്ങളും കൂടി നമുക്ക് കൊടുക്കുന്നതിനുള്ള ഒരു ഇൻസൈറ്റ് ഭവൻ സാറ് ഇന്ന് തരികയുണ്ടായി. അത് വളരെയധികം അപ്രീഷ്യബിൾ ആണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും? ശുദ്ധോധനൻ ഡോക്ടർ എന്തെങ്കിലും പറയുന്നു? വിജയദാസ്, വിക്ടർ ജോർജ് സാർ. ശുദ്ധോധനൻ ഡോക്ടർ പറയും. അല്ല സാർ, ഇപ്പോ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലക്ഷ്യബോധം, അതേപോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ, അതേപോലെ അമ്മയുടെ റോള്, പിന്നെ പരീക്ഷ ഹാളിൽ ചെന്നിട്ട് എങ്ങനെ വേണം, പരീക്ഷയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ എങ്ങനെ വേണം, പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെ വേണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. സാറിന്റെ പേരിന്റെ കൂടെ ബോബൻ സാർ റിതം ഓഫ് ലൈഫ് എന്നാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യണം. റിതം ഓഫ് എക്സാം പ്രിപ്പറേഷൻ ഇൻ ഫാമിലി എന്ന് നമുക്ക് അവിടെ പറയാവുന്ന രീതിയിൽ. റിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഈണം എന്ന് പറയുന്നത് ഒരു ഈണം പോലെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ പഴയ എക്സാം രീതികളെല്ലാം പാടെ മാറിയിരിക്കുകയാണ്. പണ്ട് ഒക്കെ ഈ SSLCക്കൊക്കെ റാങ്ക് കിട്ടുന്നത് ഏറ്റവും നല്ല മഗേഴ്സാണ്. ഓർമ്മശക്തി ഉള്ളവർക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് ടോട്ടലി മാറി. ഇപ്പം ഈ എക്സാമിന്റെ അന്നൊക്കെ സ്റ്റഡി ലീവ് സമയത്ത് ആഞ്ഞു പിടിച്ച് ഇതുപോലെ കട്ടൻ ചായയും കുടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ കാലുവിട്ടിരുന്ന് ഒരു മാസം അങ്ങ് ആഞ്ഞ് ഒരു പിടി പിടിച്ചാൽ നമുക്ക് ഗംഭീര മാർക്ക് വാങ്ങി പാസ്സായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കുകയില്ല. ഇപ്പൊ ത്രൂ ഔട്ട് ദി അക്കാഡമിക് ഇയർ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ റീസണിങ് ഒക്കെ ചേർത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്ത പരീക്ഷാ സമ്പ്രദായമാണ്, പ്രത്യേകിച്ച് CBSE ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് അതിന്റെ ഒരു റിഥം വീട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കുട്ടികൾ, പണ്ട് ഫ്ലൂക്കിനൊക്കെ ജയിക്കുമായിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ തല്ലിപ്പൊളിയായിട്ട് നടന്ന് ഭയങ്കര രാഷ്ട്രീയം കൊണ്ട് നടന്നാൽ പരീക്ഷ എഴുതി മാർക്കങ്ങ് മേടിക്കായിരുന്നു. കാരണം അവസാനത്തെ ഒരു 10 ദിവസം ഇരുന്ന് ആഞ്ഞൊരു കത്തിക്കലുണ്ട്. ആ കത്തിക്കൽ കഴിഞ്ഞ് പോയി പരീക്ഷ. ഇപ്പൊ അത് നടക്കാത്തൊരു കാലമാണ്. അപ്പോൾ അതില് ഈ കാണാതെ പഠിക്കലിന്റെ കാലമേ പോയി കഴിഞ്ഞു. പിന്നെ ഭയങ്കരമായിട്ട് ഈ സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ പേടി കുറച്ചെടുക്കാൻ അത് വളരെ സഹായിക്കുകയും ചെയ്യും. പിന്നെ സാർ പറഞ്ഞ ആ എക്സാമിനെ ഇഷ്ടപ്പെടുക, ആ ഒരു രീതിയിൽ ഇപ്പോൾ ജീവിതത്തിന്റെ വലിയ പരീക്ഷയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ഈ ചെറിയ ബോർഡ് എക്സാമിലും ഒക്കെ പരിശ്രമിക്കുന്നതൊക്കെ. ഇപ്പൊ എൻ്റെ 2 സ്കൂളിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ വർഷവും നമ്മൾ ഈ മാർച്ച് എത്തുമ്പോഴത്തേക്ക് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് സാബു സാർ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ 2 സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അതിൽ ഒന്ന് ഹാൾ ടിക്കറ്റ് വിതരണം. അപ്പോൾ ഈ രക്ഷിതാക്കളെയും അച്ഛനെയും അമ്മയും കൂടെ ഒക്കെ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ടുവന്ന് ഈ വെബ്സൈറ്റിൽ വന്നാൽ ഉടനെ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഒരു ഗംഭീര പൂജയൊക്കെ നടത്തി കുട്ടികളെ ഈ ദീപമായിട്ട് വന്ന് അവിടെ വെച്ച് പേരൻസിന്റെ മുന്നിൽ മുട്ടുകുത്തി, നമ്മുടെ ഹിന്ദി സിനിമയിൽ ഓമന ടീച്ചർ കണ്ടില്ലേ, അതേപോലെ തന്നെ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ച്, അത് കഴിഞ്ഞ് പ്രിൻസിപ്പലിന്റെ കാല് പിടിച്ച്, ക്ലാസ് ടീച്ചറിന്റെ കാല് പിടിച്ച് ഈ ഹാൾ ടിക്കറ്റ് സ്വീകരിക്കുക, അവർക്ക് ഒരു സെറ്റ് പെന്നും എല്ലാം കൂടെ അവർക്ക് കൊടുത്ത് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിടുന്നതോടുകൂടി കുട്ടികൾ എക്സാം മോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എക്സാം കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ CBSEയുടെ 17-ാം തീയതി മാത്സ് കഴിഞ്ഞു, ഇംഗ്ലീഷും കഴിഞ്ഞു, 2 പരീക്ഷ കഴിഞ്ഞു. അപ്പൊ ഇത് എത്തുമ്പോഴത്തേക്ക് തന്നെ പിള്ളേർ ആ വീട് മുഴുവൻ, കുടുംബം മുഴുവൻ അങ്ങ് ഒരുങ്ങും ഈ പരീക്ഷയ്ക്കായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പാവം കുട്ടികൾ, ഒരു കുട്ടി അരക്കുട്ടിയുള്ള ഒരു വീട്ടിൽ എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ത്യാഗം ചെയ്തേ മതിയാവും. അല്ലാതെ ഇത് നമുക്ക് പെട്ടെന്ന് ഈ ആലിപ്പഴം കൊഴിയുന്നത് പോലെ വൻ വിജയങ്ങൾ നേടി വരില്ല. അത് സിവിൽ സർവീസിനൊക്കെ അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം അത് ഈ എക്സാമിന്റെ കൂടെ തന്നെ വേണം. കുറച്ച് പരീക്ഷ പേടിയൊക്കെ വേണം. പേടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വളരെ, പാമ്പിനെ പിടിക്കാൻ പോകുന്നത് വളരെ പിടിച്ചിട്ട് ചെല്ലുമ്പോൾ ആക്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പിടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും ഇത് നന്നായി നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഇതിലിരിക്കുന്ന എല്ലാവരും കൗൺസിലേഴ്സാണ്, എല്ലാവരും മുതിർന്നവരാണ്, മുത്തശ്ശന്മാരും ഒക്കെ ആണെങ്കിൽ വീടുകളിൽ നമുക്കിത് പ്രയോഗിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടി, ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ മോൾക്ക് ഇനി 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ. കാരണം കുഞ്ഞി പരീക്ഷയ്ക്ക് പോകുമ്പോഴും ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ച് തലയിലൊന്ന് കൈവച്ച് അനുഗ്രഹിച്ച് വിടുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വെപ്രാളപ്പെട്ടാണ് നമ്മൾ ഓടിച്ചു വിടുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വെപ്രാളം കുട്ടിക്കൂടെ പകർന്നു കൊടുത്തിട്ട് അവരുടെ ഈ ഓർമ്മയിൽ ശേഖരിച്ച് വെച്ചത് അങ്ങ് ഷാറ്റർ ചെയ്ത് പോകുന്ന രീതിയിൽ
എന്തോ ഭയങ്കര കാര്യത്തിന് പോകുന്ന പോലെ എന്നെ പേടിപ്പിച്ച് വിടുന്നത് മാറ്റാം. ഇത് നന്നായിട്ട് ഇതിപ്പോഴും ഓരോ വർഷവും സാബു സാർ അറേഞ്ച് ചെയ്യുന്ന ഈ എക്സാം, ഹൗ ടു ലവ് എക്സാം, ഹൗ ടു ഹാൻഡിൽ എക്സാം, അതിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. സാറിന്റെ കൂൾ ഓഫ് ടൈം. സാർ ഒരു അസാധ്യമായ ഒരു അധ്യാപകനാണ്. ഞാൻ കണ്ടിട്ടുള്ള ഇതിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബസ് എന്നും വൈകിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഓടിയാണ് ക്ലാസ്സിൽ കയറുന്നത്. ക്ലാസ്സിൽ കയറുമ്പോൾ പ്രൊഫസർ വന്നിട്ടുണ്ട്, ഫിലിപ്പ് സാർ വരാന്തയിൽ നിർത്തും. നമുക്ക് ഭയങ്കര നാണക്കേടാണ്. കാരണം ഈ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് എന്ന് പറഞ്ഞാൽ അത് അതിസുന്ദരികളായ ക്രിസ്ത്യൻ പെണ്ണുങ്ങളുടെ സൗന്ദര്യ കടലാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ ഈ ഒറ്റമുണ്ടൊക്കെ ഉടുത്ത് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് ക്ലാസ്സിന്റെ വാതൊക്കെ വിഷാദിച്ച് നിൽക്കുകയും അവസാനം ഈ ആദ്യത്തെ അവർ കേട്ടില്ല. നമ്മൾ 5 മിനിറ്റ് വൈകി കഴിഞ്ഞു, കയറ്റുകയില്ല. അവിടെ നിന്ന് വിഷമിച്ച് എവിടെയും പോകാനായിട്ട് ഉള്ള ധൈര്യവും ഇല്ല. ബാക്കിയുള്ള വില്ലന്മാരൊക്കെ പോയിട്ട് മരത്തണലിലൊക്കെ ഇരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു സങ്കടത്തിലേക്ക് സാറൊരു മാജിക് പോലെ കടന്നിരിക്കൂ ക്ലാസ്സിലേക്ക്, എന്നിട്ട് റിലാക്സ് ചെയ്യൂ, ദീർഘശ്വാസം എടുക്കൂ, അത് പിടിച്ചു നിർത്തി സാവകാശത്തിൽ വിടൂ എന്നൊക്കെ സാർ ഈ കുട്ടികളോട് സ്റ്റുഡൻസിനോട് പറയുന്ന കേട്ട് സത്യം എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഞാൻ ഈ സിറ്റുവേഷനിൽ കാരണം ബസ്സൊന്നും വൈകിയേ എത്തുള്ളൂ. 3 ബസ് കയറിയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോഴത്തേക്ക് ഈ വൈകി എത്തുന്ന ബസ് കഴിഞ്ഞ് മിച്ചൽ ജംഗ്ഷൻ ഒരു ഓട്ടമാണ്. ഓടി കിതച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രൊഫസർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞു. അവിടെ നിൽക്കണം. അവിടെ നിന്ന് മനസ്സ് വെറുത്തിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഒരു ഗംഭീര ക്ലാസ് ആയിരുന്നു. ഞാൻ സാറിനെ പ്രത്യേകമായിട്ട് റിഥം ഓഫ് ലൈഫ് എന്നതുപോലെ സാറിൻ്റെ ഈ കൂൾ ഓഫ് ടൈം, ദാറ്റ് ഈസ് കൂളിംഗ് മൈ മൈൻഡ്, ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതി എൻ്റെ 2 സ്കൂളുകളിലും, അതേപോലെ എൻ്റെ പേരക്കുട്ടികളുടെ 1ാം ക്ലാസ്സിലൊക്കെയാണ്, പക്ഷേ എങ്കിലും ഐ ആം ഗോയിങ് ടു ഇംപ്ലിമെന്റ്. ഇത് കേട്ട് പ്രസംഗിക്കാനുള്ളതല്ല, നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ. ബോബൻ സാർ തൊട്ടടുത്താണ് കേട്ടോ, മഞ്ചേരി പെരിന്തൽമണ്ണയിലാണ് ബോബൻ സാർ. ശരി. ഞാൻ സാറിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വിക്ടർ ജോർജ് സാർ എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയാം. കുഞ്ഞോയ് മാസ്റ്റർ, അക്സാമോൾ, കൗകുമാർ സാർ, എദ്ദാമോൾ, ആർക്കെങ്കിലും, ഉഷാമാം, ആർക്കെങ്കിലും പറയണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, വേണ്ടി ചെയ്യാം. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. വേറെ ഒരു ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ സുധോധനൻ ഡോക്ടറുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായി സാറ് തകർത്തു. ബോബൻ സാർ എന്നും അങ്ങനെ തന്നെയാണ്, നമുക്കതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ വൈകിയെന്നുള്ളൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വളരെ അഭിനന്ദനങ്ങൾ സാർ. PCTA ഒരു അഭിമാന മുഹൂർത്തം എന്ന് പറയാം. കോട്ടയം PCTA എല്ലാ അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബോബൻ സാർ ഒന്നും കൂടെ തിരക്കിലാണോ? അല്ല തിരക്കില്ല, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ ഒരു ശുദ്ധോധനൻ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർക്കാൻ, വൈകി വരുന്ന കുട്ടികൾ പലപ്പോഴും, ഞാൻ 12 വർഷം ഒരു കോളേജിലാണ് പഠിപ്പിച്ചത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കുട്ടികൾ വൈകി വരാൻ പാടില്ല, വൈകി വന്നാൽ ക്ലാസ്സിൽ കയറ്റും. പക്ഷേ എൻ്റെ പേരിൽ ഞാൻ എത്ര വൈകി വന്നാലും കുട്ടിയെ ക്ലാസ്സിൽ കയറ്റും. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകളും അതോറിറ്റിയുടെ അതിന് നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവരത് ശ്രദ്ധിക്കാതെ ഞാൻ പിന്നെ ഒരിക്കൽ എന്നെ വിളിച്ച് അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കൗൺസിലറാണ്. അപ്പോൾ വൈകി വരുന്ന കുട്ടികൾ അതിൻ്റെ കാരണമുണ്ട്. ചിലപ്പം ബസ് വൈകിയായിരിക്കും വരുന്നത്. അവർ ആ ഗേറ്റിൽ എത്തുമ്പോഴാണ് അവർക്ക് പെട്ടെന്നൊരു ചിന്തയുണ്ടാകുന്നത്, ഓടി ക്ലാസ്സിലേക്ക് വരും. ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി വളരെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറയും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയും. ഞാൻ ഗെറ്റ് ഇൻ പറയും, ക്ലാസ്സിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ പറയും. അവർക്ക് ഭയങ്കര സന്തോഷമാണത്. അപ്പോൾ പിന്നീട് കോളേജിൽ ഭയങ്കര കംപ്ലൈൻ്റ് ഒക്കെ വന്നു, എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ മനഃപൂർവ്വം വൈകി വരുന്നു. പിന്നെ അതൊക്കെ അവിടെ അതോറിറ്റിയൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. എങ്കിലും എത്ര വൈകി വന്നാലും ഞാൻ ക്ലാസ്സിൽ കുട്ടിയെ കയറ്റും. കാരണം അത് അവർ എന്തെങ്കിലും കാരണത്താലായിരിക്കും വൈകി വരുന്നത്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, നല്ല വാക്കുകൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. അതുപോലെ തന്നെ സാറേ, ഈ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്ന കുട്ടികളെ നമ്മൾ ശല്യപ്പെടുത്തരുത്. ക്ലാസ് എടുക്കുമ്പോൾ അവർ ശാന്തമായി ഉറങ്ങട്ടെ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശക്തമായ ചില ക്ലാസ്സില് അതെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നതിന് ഞാൻ കാരണം കണ്ടുപിടിച്ചത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക,
ഇപ്പൊ പല കുട്ടികളും രാത്രിയിൽ ഉറങ്ങാറില്ല. ഉറങ്ങാറില്ല. രാത്രിയിൽ ഉറക്കം അവർക്ക് കുറവാണ്. അപ്പം ഞാൻ കൗൺസിലിങ്ങും കൊടുത്തിരുന്നു. ചില കുട്ടികൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ഇരുന്നു. അപ്പം ഞാനൊരു കുട്ടിയോട് കിടത്തിയപ്പോൾ അവർ പറഞ്ഞ് രാത്രി 3 മണി വരെ ട്യൂഷൻ ഓൺലൈനിലായിരുന്നു. അത് കഴിഞ്ഞ് 6 മണിക്ക് അവൻ ഉണരേണ്ടി വന്നു വീട്ടിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ അവൻ്റെ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് തുറന്നു പറയാം മലയാളം ക്ലാസ്സിലാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. മലയാളം ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ഉറങ്ങുന്ന കുട്ടികളെ ഞാൻ കൂടുതലും കണ്ടു. അപ്പോൾ പല കുട്ടികളും നമ്മുടെ ഇന്നത്തെ തലമുറകൾക്ക് രാത്രിയിൽ ഉറക്കമില്ല എന്നുള്ള ഒരു സത്യമാണ്. പിന്നെ പലരും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നവരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാരണം, പ്രധാന കാരണം രാത്രിയിൽ ഉറക്കമില്ലാത്തതാണ്. സ്ക്രീൻ ടൈം അല്ലേ? അവർ ഉറങ്ങുന്ന ക്ലാസ്സിലുണ്ട്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ട്രഷറർ കൂടി വന്നിട്ടുണ്ട്, ലതാമോൾ മാം. അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഗോവിന്ദ് സാറിന്റെ ക്ലാസ് ഞാൻ തുടക്കം മുതലേ കുറച്ച് മിസ്സിംഗ് ആയി, എന്നാലും കുറെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞ ഉറങ്ങുന്ന കഥ ഒരു തമാശയാ. സത്യം പറഞ്ഞ നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻസും ഉറങ്ങത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ടീച്ചേഴ്സ് നന്നായിട്ട് സബ്ജക്ട് നന്നായിട്ട് അറിയാവുന്ന ടീച്ചേഴ്സാണ് ഒരൊറ്റ കുട്ടി പോലും ഉറങ്ങുകയാണ്. അവർക്ക് സത്യം പറഞ്ഞാല് ആ ക്ലാസ് മാത്രം മതി എക്സാം എഴുതാൻ. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇമോജി ഇട്ടിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ് ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളെ സാറ് സ്വീകരിക്കുന്ന ആ മനോഭാവവും അതിനെടുത്ത റിസ്ക്കും ഒക്കെ അവസാനം പറഞ്ഞപ്പോഴാണ് സാറെടുത്ത റിസ്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ അത് അനുകരിക്കേണ്ടത് അത്യാവശ്യം. എന്തും ആയിക്കോട്ടെ, ഒരുപക്ഷെ ചെറിയ ഉഴപ്പന്മാരുണ്ടാവും, അതിലെ 1%, 2%, മറ്റു പല റീസൺസും ആയിരിക്കുമേ ലേറ്റ് ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഉപദ്രവിക്കുന്ന മനോഭാവം ടീച്ചേഴ്സ്, പേരൻസിന്റെ ഒരു ഭാഗമാണല്ലോ ടീച്ചേഴ്സ്, അത്തരത്തിലാവുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അതുപോലെ തന്നെ ചുരുക്കം ചില ടീച്ചേഴ്സും ഉണ്ട് ഈ പിള്ളേരെ ഫോക്കസ് ചെയ്ത് അവരുടെ നടപടിക്രമം ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. അതുമൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. സാറിന്റെ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മള് അവസാന നിമിഷമാണല്ലോ, അപ്പോ അത് ഞാൻ ഒത്തിരി നീട്ടുന്നത് ശരിയല്ലല്ലോ. അപ്പോ വളരെ നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ പേരൻസിനാണ് സാറിന്റെ ക്ലാസ് ഉപകരിച്ചത് കൂടുതലും. കുട്ടികളുടെ ഉപരി ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു പോയിന്റാണ് വളരെ അത്യാവശ്യം. കുട്ടികളെ ഏത് കാര്യത്തിലും ചേർത്ത് പിടിച്ചാൽ അവർ വഴിതെറ്റത്തില്ല, പരീക്ഷാ പേടി ഒഴിവാകും. പിന്നെ ഒരു ഇച്ചിരി പേടി വേണം. മക്കളെ പഠിച്ച് നന്നായാലേ നമുക്ക് ഗുണം കിട്ടൂ, അതിന് നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇടണം എന്നൊക്കെ നമ്മൾ ഉപദേശിച്ച് അവരെ ചേർത്തത്. എല്ലാ കുട്ടികളും ഒരുപോലെ കഴിവുള്ളവരോ സാഹചര്യങ്ങളോ അല്ലല്ലോ. സാറിന്റെ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി നന്ദി സാബു സാറിനും എല്ലാവർക്കും, ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു. പ്രത്യേകിച്ച് പുനർജനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഈ ക്ലാസ്സുകളൊക്കെ ഇനി മുന്നോട്ട് കൗൺസിലിംഗ് വരുന്നതുകൊണ്ട് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഒത്തിരി ഗുണകരമാണ്. കുട്ടികൾക്ക് നമുക്ക് തന്നെ കൗൺസിലേഴ്സിൻ്റെ തലത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതുപോലത്തെ ഐഡിയാസ് ഒക്കെ വളരെ പ്രയോജനകരമാണ്. എങ്ങനെ വേണം അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷനും കൂടെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു പവൻ സാർ, താങ്ക് യു റോയ് സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ ഇതുപോലത്തെ തന്നെ സെഷൻസ്, നിങ്ങൾക്ക് ആരെങ്കിലും ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അതായത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സിനെ നിങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ലാൽ സാറിനെയോ അല്ലെങ്കിൽ എന്നെയൊക്കെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ എടുക്കാനുള്ള സൗകര്യം. അതുപോലെ നല്ലോണം ക്ലാസ്സുകൾ എടുക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെയും നമ്മളുടെ PCTയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സി യു.